നമുക്ക് തുടങ്ങിക്കൂടെ? അഷ്ടമംഗല പ്രശ്നത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വർണത്തിന്റെ സ്ഥിതി. അപ്പോൾ സ്വർണം മറന്നു കിട്ടി എന്നുള്ളത് വളരെ നല്ല ഫലം. അത് മധ്യകണ്ഠത്തിലായി എന്നുള്ളതാണ് നമുക്ക് ചിന്താവിഷയമുള്ളത്. അതിന് ചരിവുണ്ട്. അത് അഗ്നികോണിലേക്കായതുകൊണ്ടാണ് നമുക്ക് മൃത്യുരോഗാദികളായിരിക്കുന്ന പ്രയാസങ്ങൾ ചിന്തിക്കാൻ ഇടയായത്. അത് ഗ്രഹനിലയെ ഘടിപ്പിച്ചപ്പോൾ അഷ്ടമത്തിലെ ചന്ദ്രൻ രാഹുവിൻ്റെ ബന്ധത്തിൽ വന്നിട്ട് കന്നിരാശി ആയതുകൊണ്ടും ഇപ്പോൾ സ്ത്രീകളുടെ മരണങ്ങൾ അഥവാ പിന്നെ ഷഷ്ടാഷ്ടമേ ചന്ദ്രേ ലഗ്നാധീന വീക്ഷണി മന്ദമാന്യകു സംയുക്തന്മാരായ വരുന്ന സമയത്തെങ്കിൽ ദുർമൃതിയെ ചിന്തിക്കണം. അതിൻ്റെ പൂർവാചാര്യമത പറഞ്ഞ് പിന്നെ രേക്കാണ ഫണിഭൂഷണാഹ സമർത്ഥിച്ചു. ഇപ്പോൾ രോഗമില്ലാത്ത ആളുടെ മരണം കഴിഞ്ഞു. അത് 9ഓളം സംഖ്യ കൊണ്ട് ഇല്ലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ എത്ര സ്ത്രീവർഗം എത്ര പുരുഷവർഗം എന്ന് വെച്ചാൽ 3ഓളം. ചന്ദ്രനവാംശകം 3ആണെങ്കിൽ സ്ത്രീജനങ്ങൾക്ക് 3 സ്ത്രീ അന്തർജനങ്ങളുടെ മരണമാണ് അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അത് പിന്നെ മൃത്യുഗ്രഹക്ഷണേന ബലിഭി തദ്ധാതുകോപദ്ഭവേത്. മൃത്യുഗ്രഹക്ഷണേന മൃത്യുരാശി കൊണ്ടും അവിടത്തേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളെ കൊണ്ടും ഭാവാദിനെ കൊണ്ടും ആ മരണസ്വഭാവം ജീവിക്കെങ്കിൽ 7 നിൽക്കുന്ന രാഹു ഒന്ന് വിഷത്തിന്റെ മരണമാണെന്ന് വിഷാംശം കൊണ്ട് മരിച്ചൊരു വിഷയം ഇല്ലത്തുണ്ട്. അപ്പോൾ രണ്ടാമത് ഭാര്യായാഹ മരണം ഭൂയാൽ രാഹുവിന്റെ നവാംശകബന്ധം 4ലേക്ക് വരിക. ശുക്രേ മാംസമായി തസ്മൽ കേന്ദ്രത്രികോണികെ രാഹുജ മരണം ബ്രൂയാൽ ഭാര്യായാഹ സർപ്പദംശനാത്. അപ്പോൾ ഒരു വിഷഭയം കൊണ്ടുണ്ടായ മരണം ഒരു ഗൗരവമായ വിഷയം പൂർവീകത്തിലെ ഈ ആരോടത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷപ്പെട്ട് മരിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട് കേട്ടോ. ഒന്നങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചിന്തിക്കണം അങ്ങനെ ആഗ്രഹം ഇല്ലാന്ന് അല്ലേ, ഓർമ്മയിലില്ലാന്നാണ് പൂർണ്ണമാകുന്നത്. ലഗ്നത്തിലേക്കുള്ള അതായത് ചന്ദ്രന് കേതുവിന്റെ ബന്ധവും രാഹുദൃഷ്ടിയും എന്ന ആചാരം പറഞ്ഞു. പിന്നെ ശുക്രന് ഗുളികസംസർഗം വന്നിട്ട് ഗുളികനോട് കൂടിയിട്ട് രാഹുവിന്റെ കേന്ദ്രവാംശം ഉദയലഗ്നത്തിലേക്കായതുകൊണ്ട് ശ്രദ്ധിക്കണേ അല്ലെ. ലഗ്നേവ ഭാവിനി വൃക്ഷഗാന. അപ്പോൾ ഇനിയൊരാപത്തില്ലാതിരിക്കണം, അതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ട പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങളും നമുക്ക് ചെയ്യാം. അതുകൊണ്ട് നമുക്കത് അതിനുവേണ്ട ചെയ്യാം. പിന്നെ ആരെങ്കിലും നാട് വിട്ട് പോയി തിരിച്ചു വരാത്തവരുണ്ടോ ഇതിന് ഈ കൂട്ടത്തിൽ? ഇവര് കന്നിരാശിയായിട്ട് പിന്നെ ഒരു ദേശാന്തരം ചെയ്തിട്ട് വന്നിട്ട് അതിൽ പിന്നെ തിരിച്ചു വരാതെ മരണം പ്രാപിക്കുന്ന ഭോജനം ഉണ്ട്. അങ്ങനെ നാട് വിട്ട് പോയിനോ? അങ്ങനെയൊന്നും കേട്ടിട്ടില്ലോ. ഒരാൾ എവിടെയാ പോയെന്ന് അറിയില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ ഒരാളൊന്നും ഇല്ലത്ത് അങ്ങനെ ഒരാളൊന്നും കേട്ടിട്ടില്ല. ചന്ദ്രേ പാപസമേതേ കൃഷ്ണാചാര്യൻ പറഞ്ഞു പുരുഷോ ഭുന്തേ ബലം നാരി. ഈ ഭ്രഷ്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചോ? അങ്ങനെ ഒന്നിനെ ഒരു കാലത്ത് ഏതോ ഒരു കാലത്ത് ഒന്നിനെ നമുക്ക് ഇല്ലത്ത് മാറ്റി നിർത്തി. 6ാം ഭാവം 8ൽ പോയി. അങ്ങനെ ഉണ്ട് ഗോചരത്തില് അല്ലേ, ഗോചരം അതിലുണ്ട്. മൃത്യു ലക്ഷണത്തിനല്ലേ പിന്നെ അവിടെ എന്താ പറയാ 6ാം ഭാവം 8ാം ഭാവ സ്ഥിതി അല്ലേ. കന്യായം സ്വജനാദിമോഷണകരൂപിന്റെ വിഷയം അവിടെ തന്നെ ഇരുന്ന് സൗമ്യഗ്രഹാദൃഷ്ടയോ കന്യായം സ്വജനാദിമോഷണകരൂ സമഗ്രഹാദൃഷ്ടയോ ഉണ്ടല്ലേ. കന്യായം സ്വജന ആളദൃഷ്ടിയൊക്കെ അതിന്റെ പരിഹാരേ. സൗമ്യഗ്രഹാദൃഷ്ടയോ സൗമ്യഗ്രഹങ്ങൾ അദൃഷ്ടി ഉണ്ടെങ്കിലേ അങ്ങനെയൊക്കെ ആചരണ വിധി സൗമ്യഗ്രഹാദൃഷ്ടയോ ദേക്കാണിശ്ച സസർപ്പ പാശനികളൈഹി ഛിദ്രസ്ഥിതൈഹി ബന്ധനാത്. ഛിദ്രസ്ഥിതൈഹി ഗ്രഹൈഹി ദേക്കാണൈഹി സസർപ്പ പാശ നികള ഛിദ്രസ്ഥിതൈഹി. രാഹുവിന്റെ യോഗം വന്നാലും മതി. സൗരസ്ഥല്ലോ സൗരദ്രേക്കാണെ ഭുജഗോരിഷ്ഠെ അഥവാ ലഗ്നെ ദശസൗരാഭ്യം ദൃഷ്ടേ.
ഒരു ബന്ധനത്തിൽ ഞങ്ങൾക്ക് ശരിക്കും 2-3 വിഷയമുണ്ട്. ഒന്നരേ ഈ മാനസികമായപ്പോൾ ഒരു പ്രയാസം വന്നിട്ട് ഒരു വീട്ടിൽ അടച്ചിരിക്കുക. ബന്ധനം എന്ന് വെച്ചാൽ കയറുകൊണ്ട് കെട്ടണമെന്നില്ല. ഭവനസമാന നിബന്ധനാവികല്പ്യ എന്ന് പറഞ്ഞെടുത്ത് ആചാര്യം പറഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങാതെ ഉള്ളിൽ തന്നെ കൂടിയിട്ട് അതിനോടുകൂടി ഇല്ലാണ്ടാവും. ഈ അങ്ങനെ മനസ്സിലല്ലോ, വെളിച്ചം കാണാണ്ടും എവിടെ വെച്ചാൽ ആളെ പുറത്ത് കാണില്ല, കുറച്ചായിട്ട് എന്തോ ഒരു മനസ്സിന് സുഖമില്ല, അങ്ങനെ അങ്ങനെ അർത്ഥം മനസ്സിലായില്ലേ? അങ്ങനെ വന്നിട്ട് കുറെ കാലം വെളിച്ചം കാണാണ്ടായിട്ട് അതോടുകൂടിയുള്ള ഒരാ ദ്വാദശരാശോ ഷഷ്ഠേവാന്നല്ലേ? അതാ ഒരാ ദ്വാദശ ഷഷ്ഠേവാഭൂതി ബന്ധനം വിജയ് അതുണ്ട് കേട്ടോ, അങ്ങനെയുണ്ട്. അതൊരു കുടുംബഭാവം എന്ന് വരുമ്പോഴത്തേലും വരുവത് ഒരു കന്യയുടെ ശാപം തന്നെ പറഞ്ഞൂടെ? അതിപ്പം തിരുമേനി കാണിച്ച കാരണം 6-ാം ഭാവം 8-ാം ഭാവം വന്ന ശാപം തന്നെ ഷഷ്ടേശ് അങ്ങനെ പറഞ്ഞേ. എന്താ പറഞ്ഞത്? പിന്നെ ശാപാദ്യാഹ പ്രബല പ്രബലാഹ, അതൊരു ശാപദുരിതമായിട്ട് വാദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിലും അതിന്റെ ദോഷങ്ങളെ വിധിയാവണ്ണം മനസ്സിലാക്കി ആ അർത്ഥവത്തിലെ ചന്ദ്രനെ സംബന്ധിച്ചൊരു സ്ത്രീജന്യമായ ദുരിതം ഈ ഇന്നത്തെ എവിടെ ഉണ്ട്. ഒരു സ്ത്രീശാപവും ഒരു ദുരിതവും ഗൗരവകരമായിട്ട് കിട്ടുന്നു. അത് എത്രാമത്തെ ആളാന്ന് ചോദിച്ചാൽ 9-ാം ഭാവാധിപന്റെ ആശ്രിതപതിയായെന്ന് കഴിഞ്ഞാൽ 9-ാം ഭാവം ലഗ്നമായിട്ട് ഈ ചന്ദ്രൻ 12-ാമത്തെ ഒരാളിനെ കിട്ടുന്നു പറയേണ്ടി വരും അല്ലേ? ഇത് ഈ ഏത് ഭാവത്തായി 12 പറഞ്ഞത്? ഇതും പറയാം. സൂര്യൻ ഷഷ്ടഗതനായിട്ട് സതീസഹിതനോട് അത് ഭൗമക്ഷാംശകയോ ഭൗമക്ഷാംശകയോ രശീതകരണോ ഉടുപ്രഭു യതിഭവൻ ശാപം. ഈ അഷ്ടമത്തിലെ ചന്ദ്രനെ സംബന്ധിച്ചും കോപോരാജ്ഞാജന്യാലുപവി അങ്ങനെ അനേകം ഇത് ദിവ്യ കന്യാശി കൊണ്ട് നമുക്ക് ചിന്തിക്കുന്നത് ഇപ്പൊ പ്രധാന ചന്ദ്രനിലേക്കാം സ്ത്രീകളുടെ പുരുഷനും സ്ത്രീയും ചിന്തിക്കേണ്ട ഗോചരുണ്ട്. അതിന് ഗൗരവ സ്ത്രീ ശാപം മരണം രണ്ടുമുണ്ട്. കാരണം ഈ അഷ്ടമാധിപനായിരിക്കുന്ന ഗ്രഹവും ഈ സൂര്യന്മാർ എന്തായാലും അനിഷ്ടത്തിനായിരിക്കുമ്പോ രണ്ടുമുണ്ട്. ഒന്നാമത്തെ ആശിക്കൽ അതപ്പോ അതിന്റെ സാക്ഷ്യപ്പെടുത്തുന്ന ആൾ ഇവിടുത്തെ ഉണ്ടാവണം. കാരണം 12 ലക്ഷം കൊണ്ട് ആ ശാപങ്ങളുടെ മുതലൊക്കെ ഉണ്ടെന്ന് പറയണം. ഈ വല്ല അന്തർജനങ്ങൾ നോക്കാണ്ട് കുറെ കാലം കഷ്ടപ്പെടുത്തിയിട്ട് ചോദിക്കേണ്ട രീതിയിലുള്ള മോഷണകരയോഹോ അല്ലേ? നമ്മള് വേണ്ടവണ്ണം പരിചരിക്കാണ്ട് ഒരു ആരൂഢം വിട്ടിട്ടൊക്കെ വേദനിച്ചിട്ടൊന്നും അങ്ങനെയാണെങ്കിൽ കൊണ്ടാക്കേണ്ടി ഒന്നും വന്നിട്ടില്ലല്ലോ ഭഗവാനെ. ചരരാശികൾ ശുക്രാന്നില്ല, അതുണ്ടാ. പക്ഷേ നവാംശങ്ങളുണ്ട്. കർക്കടരാശി അംശവും അതിന്റെ 2 ഭാഗത്തും ഭാവനവാംശവും ബലം അതിന്റെ അങ്ങനെയുണ്ടത്. ശുക്രന് ശനിയോഗം വന്നില്ലേ? വ്യാഭ്യം കുജശനിഭ്യാം. അത് ബ്രാഹ്മണിയാന്ന് ശുക്രനും നോക്കിയാൽ മതി. അത് ബ്രാഹ്മണിയാന്ന് ചരാശിയിൽ തന്നെ വേണമെന്നില്ല. ഇത് ശുക്രൻ ഇങ്ങനെ വന്നാലും ഇതന്നെ പറയാം. ഇതിങ്ങനെ ചർച്ച എന്ന് വെച്ചാൽ ശാപം തീർക്കാനാണ് അല്ലെ? കഴിഞ്ഞ കാലം എന്തിനാ അങ്ങനെ പോകുന്ന വെച്ചാൽ അത് അതിന് പരിഹാരം വരുത്തിയേ പറ്റൂ. നോക്കാം ഇനി സ്വർണത്തിന്റെ ആരൂഢം. സ്വർണം രസിച്ചു, ആരൂഢത്തിനായിക്കൊണ്ട് നശിച്ച സ്വർണം എന്നല്ലേ പറഞ്ഞാല്? അപ്പൊ ആരൂഢത്തിന്റെ പ്രാധാന്യം സ്വർണം രസിക്കാൻ ഉപയോഗിച്ചെന്നല്ലുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാ? ആരൂഢുണ്ടാക്കാനായിട്ടാ സ്വർണം. അപ്പൊ ആരൂഢത്തിന്റെ ഫലം വേണം. കരഭകള തിരാളകരലോ മശദീർഘതനു മൃദുചരണോരു പൃഷ്ടജകടിർബധന പരവരിതാർത്ഥ ഭാവനിരത ക്ഷയബുദ്ധിയുതഃ തീയകുസുമനുല്ലേപന സുഹൃദ്ഗതജദ്വസഹ. ഇവിടെ ഒരു ഏറ്റവും ഉറപ്പുണ്ട് എപ്പോഴും. കുറച്ചു കാലം നല്ലോണം ആൾക്കാർ കൂടും, പിന്നെ കുറച്ചേവും കുറയും. അത് നമ്മൾ മാറ്റിയെടുക്കണം. വരുന്നവർ കുറച്ചു കാലം കണ്ടാൽ പിന്നെ ഇങ്ങോട്ട് വരാറില്ല. ഒരു വേലിയേറ്റം ഉയർന്നിക്കുമ്പോഴത്തെ ദുരവസ്ഥ ഭഗവാൻ കാണുന്നുണ്ട്.
ക്ഷയവൃദ്ധിയുത എന്നുള്ള പദം കൊണ്ടാണ് എടുത്തത്. ക്ഷയവും വൃദ്ധിയും, ഒരു വൃദ്ധിക്ഷയം പോലെ. അതൊന്ന് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യട്ടെ. ഇനി രണ്ടാം ഭാവത്തിൽ പാവയോഗം ഉണ്ട്. രണ്ടാം ഭാവാധിപനായ വ്യാഴം തന്നെയാണ് 4-ല്. ഇങ്ങനെ ഇന്നത്തെ ഒരു ഊരാളന്മാരുടെ കമ്മിറ്റി ഒന്ന് ശക്തിപ്പെടുത്തണേ എന്നുള്ള കമ്മിറ്റിക്ക് ശക്തിക്ഷയമുണ്ട്. എന്നുള്ള കമ്മിറ്റിയിൽ പ്രവർത്തിക്കാത്തവർക്ക് ഉണ്ട് കേട്ടോ. തീരെ ഇങ്ങോട്ട് വരാതെ. കാരണം 2 രാഹു, ഒരു അക്ഷരം ഭരണീയോ വർഗ അല്ലേ, ഒരു ഭരണകർത്താക്കൾ ചിന്തിക്കേണ്ട 2-ാം ഭാവല്ലേ. അവിടെ നിൽക്കുന്നൊരു ഗ്രഹം ഒരു തമോ ഗ്രഹമാണ്. മീനത്തിലെ രാഹു ആണെങ്കിൽ പോലും അതിന് ബാധകാദ്യഹിതസ്ഥാനനാഥേ ലാഭാർത്ഥകേ ഗൃഹേ. ശുക്രൻ ഇപ്പം അഹിതസ്ഥാനത്ത് 7 ബാധകാദ്യഹിതസ്ഥാനനാഥേ ലാഭാർത്ഥകേ ഗൃഹേ. ലാഭത്തിലോ അർത്ഥത്തിലോ ഒന്നുമില്ലല്ലോ. അതില്ല. പാപാർദ്ധിതയെന്ന് ചെല്ലാം. പാപാർദ്ധിതയെ ലഗ്നപദോചന്ദ്രേ അതില്ല. ദേവാർച്ചിതേ പാപാർദ്ധിതനായിട്ട് ചന്ദ്രൻ അല്ലേ 2-ലോ 12-ലോ ഒരു സമയത്താണ് ഇത് ചിന്തിക്കേണ്ടത്. അതും വന്നിട്ടില്ല. ഏതായാലും നമുക്ക് ഈ പ്രവർത്തകന്മാരെ കുറച്ച് മന്ദഗതിയുണ്ട്. കാരണം രാശിയിലേക്ക് ചന്ദ്രദൃഷ്ടി വരുന്ന സമയത്ത് ആ ആരൂഢത്തിന് സാരാവലികാരും ഗുണവും അത് കൃഷ്ണമാർഗകർത്താവ് ദോഷമാണ് പറഞ്ഞത്. മുക്വാ ചന്ദ്രഭോനം ശിശിരഹം ദൃഷ്ടം അശുഫലം നിർദ്ദിഷ്ടം ഹോരായ കൃഷ്ണകാലേച്ച. ഇപ്പോൾ 2-ാം ഭാവമായ രാശിയിലേക്ക് ചന്ദ്രദൃഷ്ടി വന്നുകൊണ്ട് ഗ്രഹണം പിടിച്ച കുറേ കമ്മിറ്റിക്കാരൻ്റെ ഗ്രഹണം പിടിക്കാൻ വെച്ചാൽ മൂടപ്പെട്ട പോലെ പേരിനുണ്ടോ വെച്ചാൽ പേരിന് ഇങ്ങോട്ടൊന്നും പ്രവർത്തിക്കില്ല കേട്ടോ. അതിലൊന്നും മാറ്റം പറ്റില്ല. നഷ്ടമേ. ഇതെങ്ങനെ ഇതിനൊരു ട്രസ്റ്റ് ആക്കിനോ? കമ്മിറ്റി കീഴില് ഭരണ കമ്മിറ്റി ഇല്ലാത്തവരുണ്ട്. ദേശത്തിലെ അല്ലേ ബ്രാഹ്മണർ ഉൾപ്പെട്ടൊരു കമ്മിറ്റി. ഇപ്പോൾ 2-ാം ഭാവം വ്യാഴക്ഷേത്രമാണ് നന്നായി, തെറ്റില്ല. ബ്രാഹ്മണന്മാർ തന്നെയാണത് വേണ്ടതൊക്കെ സംശയമില്ല. മീനം രാശി വെച്ചാൽ വിപ്രരാശി തന്നെയാണ്. വിപ്രസ്യാൻ മീൻ രാശി, അതിൽ സന്ദേഹമാണ്. പക്ഷെ രാഹുഗ്രസ്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ പേരിനുണ്ടെന്നല്ലാണ്ട് പ്രവർത്തിക്കില്ല. മീനരാശി അല്ലേ മീൻരാശി അല്ലേ. അല്ല അത് എന്തായാലും സ്വൈര്യക്കേടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു സ്വൈര്യക്കേടുണ്ട്. അതെല്ലാം ഒന്ന് പുനഃപരിശോധിക്കണേ. ഇവിടെ വേണ്ടെന്ന് വെച്ചാൽ വേദോച്ചാരണം വേണം. അത് ഇവര് കാരണം ഗൃഹദ്വാരത സൂയതേ 4 കാണുന്ന വീട് എന്താ ഭഗവാൻ ആഗ്രഹിക്കുന്നത്? പിന്നെന്താ ഉള്ളത്? ദ്വിജോച്ചാരിത വേദഘോഷവും തത്വത്ത് അല്ലേ ഇവിടെ വേണ്ടത്. അത് ഇന്ന് ഭൗമോ ഭംഗം ഗുരുതേ 4 വ്യാഴല്ലേ. ആ വ്യാഴത്തിലെ ചോദിക്കുന്ന ഭഗവാന്റെ പദങ്ങളൊക്കെ ആയിക്കോ. പക്ഷെ ഉരാളന്മാരും ഉടമസ്ഥന്മാരും വന്നിട്ട് ഭംഗിയായിട്ട് ഇവിടെ അവലവൻ ചെയ്യേണ്ട കാര്യം. വാരമൊക്കെ കഴിക്കുന്നുണ്ടെന്നോ? ആ വാരം കഴിക്കുന്നത് വേണ്ട പോലെ അല്ല നല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ഇല്ലല്ലേ ഇന്നലെ പറഞ്ഞില്ല വിദ്യാമണാവില്ല. അതൊന്നും നേരെയാക്കും. അത് നമ്മൾ ഇനി ആവർത്തിക്കണ്ട. സർവണാചരണമായിട്ട് നമുക്ക് തോന്നണ്ട അല്ലേ. സർവണാചരണമായിട്ട് നമുക്ക് തോന്നണ്ട. അതൊക്കെ അത് ചെയ്യട്ടെ. പക്ഷെ 2-ാം ഭാവത്തിലെ പാപയോഗം പാപഗ്രഹേ തത്ര തദീരിദാനം വാച്യവഹാനി ഒറ്റ കാര്യമുള്ളൂ. എവിടെയാണോ പാപഗ്രഹം അതിന് കേടുണ്ട്. തനി മലയാളം പാവന്മാർ നിന്ന ഭാവത്തിൽ നിധി കോശം ധനായാനം രക്ഷകൻ കാര്യങ്ങളാണ്. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന മൂലധനം ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു നല്ലൊരു മൂലധനം നമുക്ക് ഭാവിയിലേക്ക് സ്വരൂപിക്കണം. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകാനുള്ളൊരു മൂലധനത്തിൻ്റെ സ്ഥിതിയോടും വേണം. പിന്നെ നിധി കോശം പിന്നെ ഭണ്ഡാരം മുതലായ കാര്യങ്ങളൊക്കെ അതാ സമയത്ത്
എടുത്ത് നോക്കി അതൊക്കെ ഒരു കാലവിളമ്പം കൂടാണ്ട് പിന്നെ അത് നോക്കണം. അതിൽ മണ്ണാരൊക്കെ സമയത്ത് തന്നെ എണ്ണി എടുക്കൂലേ, അതിൽ കുറേ വൈകി പോകുന്നുണ്ടാ കൃത്യമായി അല്ലേ. പിന്നെ ധനായാനം, സാമ്പത്തിക വരുമാന മാർഗങ്ങളൊക്കെ വേണ്ടതൊക്കെ നോക്കി ചെയ്യണം. അതൊക്കെ രൂപരേഖ ഉണ്ടാക്കി ചെയ്യണം. അർത്ഥരാശിനാര് പിന്നെ നിധി രക്ഷകൻ, പിന്നെ വർണ്ണീയ വർഗ്ഗങ്ങളെ ചിന്തിക്കുന്നത്. അത് യുഗ്മരാശി ആയതുകൊണ്ടും പിന്നെ മീനം രാശിയായതുകൊണ്ടും ഇതിന് ഒരു മാതൃസമിതി കാര്യമായിട്ട് പറ്റും. മീനം രാശിയായതുകൊണ്ട് രണ്ടും അല്ലേ. അത് മീനം രാശി ചാരച്ചാൽ രണ്ട് മത്സ്യങ്ങളാണ്. ഇതേതാ രണ്ട് മത്സ്യം വെച്ചപ്പോൾ ആചാര്യം പറഞ്ഞു, സ്ത്രീയും പുരുഷനും ചേർത്താണ് ദിവ്യ ദമ്പതിമാരല്ലേ. മീനം രാശി ദിവ്യ ദമ്പതിന്നല്ലേ. അപ്പോൾ പിന്നെ ഒരു നല്ലൊരു മാതൃസമിതിയുടെ പ്രവർത്തനവും ശ്ലാഘനീയമായിട്ട് ഇവിടെ വേണം. രണ്ടാം ഭാഗം വേദാധ്യാന തൽപരയായിരിക്കുന്ന വെച്ചാൽ ചെയ്യാം. ഈ രണ്ടിലേക്കുള്ള രാഹുവിന് ഈ വാഗ്ദോഷം വരാതിരിക്കാൻ എന്താ ഇവിടെ കൊണ്ട് നോക്കിയാൽ മതി. അന്യോന്യുള്ള വാഗ്ദോഷം വരാതിരിക്കാനുള്ള ഒരു കാര്യമായിട്ട് പോകാം. അതാണ് സ്വർണ്ണാകുളത്തിന്റെ ഒരു ഭാവയിൽ മൂലധനം എടുത്തിട്ടൊന്നും കൈകാര്യം ചെയ്യണ്ട. അങ്ങ് നീക്കിവെച്ച വസ്തുക്കളെ എടുത്തിട്ടൊന്നും ഇവിടെ ചെയ്യാൻ നിൽക്കണ്ട. അല്പം എന്തോ ഇവിടെ മൂലധനം ഉണ്ട്, അത് ക്ഷയിപ്പിക്കണ്ട, അത് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് ധനം സ്വരൂപിച്ചുകൊണ്ട് ചെയ്യണം. ഇവിടുത്തെ ഒന്നും വിറ്റിട്ടോ എടുത്തിട്ടൊന്നും ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്നത്. പിന്നെ അല്ലേ വിവക്ഷയോ മൂലധനുണ്ട് ഇവിടെ. വക്തവ്യാവയം ദക്ഷിണാമ്പകരുചോ ദുഷ്ടോക്തി പാത്രം. പിന്നെ ഈ ഭഗവാന്റെ നിവേദ്യത്തിന് വേണ്ട പാത്രങ്ങൾ, നിവേദ്യത്തിന് വേണ്ട വസ്തുക്കളൊക്കെ അതിൻ്റെ സൂക്ഷ്മതി നേരെയാക്കണം. എങ്ങനെയാ നല്ല തന്നെ ഇല്ലേ ഉള്ളിലേക്കൊക്കെ വീണ സാധനമൊക്കെ വേറെ പാത്രമൊന്നും നിഷിദ്ധ പാത്രമൊന്നും ഉപയോഗിച്ചു പോകുന്നില്ലല്ലോ. ഉണ്ടാ അങ്ങനെയല്ലേ ദുഷ്ടോക്തി പാത്രക്ഷരി നല്ല അത് നിവേദ്യ വേദാചാരന്റെ സമ്പ്രദായം പോലെ നല്ല ഭംഗിയായിട്ട് അതിന്റെ പ്രൗഢമായ സമ്പ്രദായത്തിലായിക്കണം. അന്ന് മറ്റാളെ പുറത്ത് അറിഞ്ഞ നാണക്കേട് വരാൻ പാടില്ല. അത് കുറച്ച് വലുത് വായിക്കണം. പൂരണം എന്ന് പറഞ്ഞാൽ ചെറിയ പാത്രത്തിൽ പൂരണമായാൽ പോരാന്ന് പറയണേ. ഉള്ളത് നിറച്ച് കൊടുത്തു നമുക്ക് വാദിച്ചാലും പോരാ. അങ്ങനെയല്ലേ പറയാ, അത് വേണ്ട. എന്നെ ഹ്രസ്വ കുംഭജഷാജ എന്ന് കണ്ടോണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്താ അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെന്താ അങ്ങനെ ഈ സന്ദർഭത്തിൽ പറഞ്ഞാൽ മീനം രാശി ആയതുകൊണ്ടാ. മേടൻ രാശി പറഞ്ഞ നിവേദ്യസ്ഥാന പാത്രവും ഈ 3ഉം 2ഉം എത്രയും ഈ ഹ്രസ്വാഹ കുംഭജഷാജ, കുംഭം ജഷം അജം, ഈ 3 രാശികൾ എന്തിന്റെ ഹൃദയങ്ങളാ? ചെറിയ സാധനം. അപ്പോൾ ഇന്നുള്ള പാത്രങ്ങളും ചെറുതാണ്, ഉള്ളതും വേണ്ടവണ്ണം ഇപ്പം പറഞ്ഞ പോലെ ദുഷ്ടോക്തി പാത്രത്തിൽ ആ പാത്രത്തിന്റെ കേടുപാട് പ്രതീക്ഷിക്കണം. ഒരു കാരണവശാലും അലുമിനിയം പാത്രം ഒന്നും ഉപയോഗിക്കല്ലേ, അതെല്ലാം നമ്മൾ വേഗം. പിന്നെ ഇവിടെ ഈ ദേവനെ സംബന്ധിച്ചൊരു ശിരസ്സിന് രോഗമുണ്ട്. ഈ സാക്ഷാൽ ശ്രീകോവിലിന് മേൽഭാഗത്ത് കേടുണ്ട്, അത് പരിശോധിക്കണം. 6 സൂര്യൻ ക്രൂരഷ്ഠേ ലഗ്നാത് സ്വാംഗവ്യ വിഭാഗേ കരോതി വൈകല്യം. ക്രൂരഹ ഷഷ്ടേ ലഗ്നാത് കൃഷ്ണയെ പറഞ്ഞ മേൽഭാഗത്ത് അത് എവിടെയാണെന്ന് വെച്ചാൽ ഭാനു മൂർധിനി. ഇപ്പോൾ ക്രൂരഹ ഷഷ്ടേ ലഗ്നാത് സ്വാംഗവിഭാഗേ കരോതി വൈകല്യം. ക്രൂരഹ ഷഷ്ടേ ലഗ്നാത് എവിടെയാണോ ക്രൂരഗ്രഹം ഷഷ്ടരാശി നിൽക്കുന്നത് ആ ഗ്രഹത്തിനും ആ രാശിക്കും പറഞ്ഞ അംഗത്തിന് കേട്ടുണ്ടാവും. ക്രൂരഹ ഷഷ്ടേ ലഗ്നാത് സ്വാംഗവിഭാഗേ കരോതി വൈകല്യം. സ്വാംഗവിഭാഗത്തിൽ കരോതി വൈകല്യം. ഇതിന്റെ ഈ മെഴുകി ചിലപ്പം മെഴുകിയുടെ കുറച്ചു കാലമായല്ലോ മെഴുകിടാണ്ട്, അന്നേരം ചിലപ്പോ എന്തെങ്കിലും നോക്കണം. അതൊന്നും ഈ സമയത്ത് പരിശോധിച്ചോളൂ കേട്ടോ. പിന്നെ അത് മെഴുകിട്ടൊന്ന് രണ്ടാമത് മുകൾ പറയാൻ കാരണം ഭാനു ആയതുകൊണ്ട് പിന്നെ ശിരസിന്റെ ആളാ. ഭാനോടും മൂർധ്നി മുഖേ അവനിസുത കണ്ഠേതു നാഭോദര ചാന്ദ്രീസൂരനാമയം പ്രകൃതേ നേത്രാമയം ഭാർഗവ
കംതൃക്ഷോത്ര എന്ന് ആചാര്യം വിധിച്ചതിന് ശേഷം പറയാണ് ഇതിങ്ങനെ വിസ്തരിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഏത് ഭാഗത്താണ് രോഗം എന്നുള്ള രോഗം ചിന്തിക്കുന്ന സമയത്താണല്ലോ ഈ ശ്ലോകത്തിൽ അത് തിരുമേനി ചരരാശി ചരാംശം എന്നാൽ ശിരസിനാകേട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെ പറയാം? ചരഭവനാംശകേഷു ശിര സ്ഥിരഭവനാംശേഷു കായമധ്യം ഉഭയോദയാലേഷു ജഗന്യകായോ നിർദ്ദേശ. ഈ ചരം സ്ഥിര ഉഭയങ്ങളായിട്ട് ഗ്രഹം ചരാശി ചരാംശം വന്നാൽ ശിരസിനാകേട്. ചരഭവനാംശേഷു ശിര ഇതല്ലേ ചരത്തിൽ ചരാംശം ചെയ്ത ഗ്രഹം യാതൊന്നും രോഗരാശി. ശിര സ്ഥിരഭവനാംശേഷു കായമധ്യം സ്ഥിരഭവനാംശാങ്കിൽ ശരീരത്തിന് പകുതി ഉണ്ടാവും. കായമധ്യം ശരീരത്തിന്റെ പകുതി ഭാവം മധ്യമകായല്ലേ. ഉഭയോദയായേഷു ജഗന്യകായം. ഉഭയോദയമാണെങ്കിൽ ഈ ജഗന്യല്ലേ അന്ന് അരക്കതാവട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഈ ശിരസിംഗിൽ ഏത് ഭാഗത്താണ്? അവിടെയാണ് കണ്ണിനാണോ ഇതിന് രോഗം ചിന്തിക്കേണ്ടതാണെന്നാണ് കംതൃക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ പറയുന്നത്. അതിനെ പിന്നെയാണ് അവിടെ ഇതിങ്ങനെ ചിന്തിക്കുന്നത്. സൂക്ഷ്മമായ ചിന്തയല്ലോ. പ്രത്യക്ഷത്തിൽ സൂര്യൻ 6-ാം ഭാവത്തിൽ രോഗരാശി എന്നിട്ട് ആ സൂര്യൻ 12 അംശിച്ചപ്പോൾ ഒരു വൈകല്യമുണ്ട്. ആ വൈകല്യം എന്താന്ന് ചോദിച്ചപ്പോൾ സൂര്യനെ കൊണ്ട് ഇരിക്കേണ്ട ഭാവവും ചരരാശി അംശമായതുകൊണ്ട് ശിരസ. മൂർധനെന്ന് കാണിച്ചു, ചരഭവനാംശേഷു ശിരാന്ന് കാണിച്ചു. വീടിന്റെ അകങ്ങളിൽ ചിന്തിക്കലും അലമാരയിലെ റൂമിൽ ഇത്രാമത്തെ റൂമില് ഇത്രാമത്തെ കള്ളിയില് ഇത്രാമത്തേല് ഇന്ന സാധനം ഉണ്ടെന്ന് പറയുന്നത് അതാണ്. ഇതാണ് ഇത് തന്നെയാണത്. എവിടെയാണ് രോഗാണല്ലോ അത് ചിന്തിക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് എവിടെയാണ് പ്രയോഗിക്കുന്ന ഈ കാര്യമല്ലേ പറയുന്നല്ലോ. എവിടുന്നാണ് പ്രയോഗിക്കുന്നത്, എങ്ങനെയാ പ്രയോഗിക്കുന്നില്ല പണ്ഡിതന്മാരിലോണ്ടാ ഇങ്ങനെ പറയുന്നില്ല. ശാസ്ത്രം ഫലം പറഞ്ഞു പോലുള്ളൂ. ഇപ്പൊ ജലഭവാനാംശം തരാൻ ചൊല്ലാണ്ടും തലക്ക് കേടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാന്ന് ചോദിക്കുന്നത് അല്ലേ. ഇന്ന ഗ്രഹം കൊണ്ടാണ് ഇത്ര റൂമുകളുണ്ട്. അപ്പോ പിന്നെ ഈ സൂര്യൻ രോഗസ്ഥാനത്തായതുകൊണ്ട് എന്നുള്ള വിഷമം വെച്ചാൽ ഭഗവാൻ ഇതിന്റെ മേൽക്കൂരുണ്ടാകുന്നതും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ദുരിതങ്ങളും എല്ലാം പൊട്ടിപോടുന്നതൊക്കെ സൂക്ഷിക്കണേന്ന് പറയാം. ഒക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും വെള്ളത്തിന്റെ പതനങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാം. അതാ ഒന്നത് ചിന്തിക്കട്ടെ. തീർച്ചയായും കർക്കിടക രാശിയോ ഉണ്ടാവുമെന്ന് പരിശോധിക്കട്ടെ. പിന്നെ ആ ഗണപതിയുടെ വിഷയത്തിലാണ് നമ്മൾ ഏറ്റവും വിഷമം കണ്ടത്. ആ ഗണപതി ഭഗവാന്റെ വിഷയത്തിലെ സമൂലം ആ അല്പപ്രാസാദവും പരിശോധിച്ച് അതിൻ്റെ നിലവിധാനത്തിലും പരിശോധിച്ച് മാലിന്യങ്ങൾ നീക്കി ഈ സ്ഥിരരാശി സ്ഥിരാംശം വന്ന ഗ്രഹങ്ങളാകുമ്പോൾ ഒരിക്കലും ബിംബോപാധികളൊന്നും മാറാതെ ഇന്നുള്ള ബിംബങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് നവീകരണത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ നോക്കിക്കണം. അതിൽ ഇന്നലെ പിന്നെ ആദ്യത്തെ ദിവസം കണ്ട പ്രധാനപ്പെട്ട ആചാരമുള്ള ഇതിന്റെ സ്ഥാനത്ത് കുറച്ച് ഉയർത്തിയിട്ട് കുറച്ച് ഭംഗിയാക്കാൻ പറ്റൂല. സ്ഥിരരാശിയോട് വേണ്ട സ്ഥാനം അല്ല അതൊരു ശരി. എന്നാ സ്ഥിരരാശി അംശമല്ലപ്പാ. അല്ല സ്ഥിരരാശി ഉദ്ധരിക്കുന്നില്ല. അതേ സ്ഥാനം തന്നെയാണ്. രാശി നോക്കാം. ഇതിൽ നമുക്ക് തുങ്കം കാണിച്ചത് കൊണ്ട് ഉയർത്തേക്ക് കൊണ്ടുവരാം. അന്നേരം അത് അടിസ്ഥാനവാദകത്തിനൊക്കെ അളവിൽ വ്യത്യാസം വരാൻ നോക്കാം. ശില്പശാസ്ത്രം നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ദൈവാനുഗ്രഹം നോക്കാം. എന്ന് വെച്ചാൽ രാശികൾ മുഴുവൻ ഗ്രഹങ്ങളും ഒക്കത്തെ ഗണപതി സങ്കല്പമാണ്. ഈ ഗണപതി ഇല്ലെങ്കിലും ഗണപതി ഉണ്ടായാലും ഈ വലത്തെ ഘനദ്വാരത്തിലാണ് ഗണപതിയുടെ സ്ഥാനം. അന്നേരം അത് വേദിയേക്ക് മുമ്പാവില്ല. ആ വേദിയെ വരെ ഉയർത്താൻ നിയമങ്ങളുണ്ട്. നോക്കാം. അത് ദൈവാനുഗ്രഹം നോക്കാം അല്ലെ. രാശിയിലും കൂടെ നോക്കിയിട്ട് പ്രാസാദക്ഷിണേബിയുടെ ഗണപതി എന്ന പാതകത്തിലല്ല. ഒക്കം എവിടെയാണ്? ഇവിടെയാണ്. കുട്ടീനെടുക്കലയുടെ കാലിന്റെ മുകളിൽ എത്തിയിട്ടെടുക്കല്. ഒക്കത്തെ ഗണപതി പറഞ്ഞാൽ ഇവിടെയാണ്. അല്ല എനിക്കൊരു അങ്ങ് പറഞ്ഞൊരു പിന്നെ പൂർവപക്ഷം ഞാൻ പറഞ്ഞു വെച്ചാൽ സ്ഥിരാശിയിൽ നിന്നിട്ട് ശില്പത്തിന്റെ കാരകനായ ബുധനോട് ചേർന്ന് വ്യാഴകേന്ദ്രത്തില് ലഗ്നാധിപനെ നിൽക്കുമ്പോ അത് വേണമെന്നൊരു സംശയം എനിക്കുള്ളതുകൊണ്ട് ഇന്നും കൂടി രാശി വെച്ചിട്ട് മതി. അല്ലേ നമ്മളാ തുറന്നു
അപ്പോൾ ലഗ്നാധിപന്റെ കേന്ദ്രരാശിയിൽ പിന്നെ അതിന്റെ 6ാം ഭാവസ്ഥ എന്നുള്ളത് അതിന്റെ രോഗദുഃഖങ്ങളായിരിക്കും ആ നവാംശമൊക്കെ വന്നത്. പക്ഷേ സ്ഥിതിയിലും വേദിക വരയില് 3 ഭാഗങ്ങളുള്ള ശില്പശാസ്ത്രം പാതകത്തിൽ വെക്കാം, ജഗതിപ്പുറത്ത് വെക്കാം, വേദികരെടുത്ത് വെക്കാം. ഈ 3 തരത്തിലേക്കാണ് കൊണ്ടുവരിക ശില്പശാസ്ത്രം. ആ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ 12 പരിഭവമല്ല എന്നുള്ളത്. അത് ആരോടത്തിന്റെ അറിയില്ല. ആ ശുക്രൻ കണ്ടു ഇവലെ കണ്ടത് ജിഭാലോർത്ഥി ഭീരു പ്രബല മത ശോകശ്ച ദുഃഖിതനാണെന്ന് സങ്കടത്തിലാണ് ഗണപതി ഉള്ളത്. 2 കർക്കിടകന്റെ ആഴ്ച സംശയിക്കുക പറഞ്ഞത് പ്രബലമായ മതവും പ്രബലമായ ശോകവും. മതം എന്ന് വെച്ചാൽ അഹങ്കാരാണ്. ഒന്ന് ഗണപതിയെ സംബന്ധിച്ച് മതം എന്ന് വെച്ചാൽ അത് ഗണപതിക്ക് അല്ലേ തന്നെയല്ലേ. ശില്പശാസ്ത്രം കൂടി നോക്കിയിട്ട് ദൈവാനുഗ്രഹം രാശിയിൽ നോക്കിച്ച എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഒക്കത്ത് ഗണപതി. പക്ഷെ സ്ഥാനഭേദം വരുത്തണ്ട. സ്ഥാനഭേദം ഒന്നും വേണ്ട. അതേ സ്ഥാനത്ത് അത് സ്ഥിരരാശി ആയതുകൊണ്ട് ഉദ്ധാരം സ്ഥിരസ്ഥ എന്നാണ്. സ്ഥിരസ്ഥ എന്ന ഉദ്ധാര്യം സ്ഥിരരാശി ആണെങ്കിലാ അങ്ങോട്ട് വേറത്തേക്ക് ഉദ്ധരിക്കുന്നു. ഇതുണ്ടാവുന്ന നിലവിധാനത്തിൽ നിലവിധാനത്തിലൊക്കെ നല്ലോണം ഉണ്ട്. അതും പരിശോധിച്ച് ആ ശ്രീകോവിലിന്റെ വിഷയവും പരിശോധിച്ച് പിന്നെ സാക്ഷാത്തിന്റെ കേടും പരിഹരിച്ച് ഒരു നവീകരണാവശം വേണം എന്നുള്ളത് നന്നായി. അതെങ്ങനെ ആയിരിക്കണം? നിർദോഷേ സഗുണേ മുഹൂർത്ത സമയേ പൂർവം പ്രതിഷ്ഠാദത പൂജാചാരുദിനം യഥാവിധി തഥാ പ്രത്യബ്ദമുത്സവം. ഒരു നല്ല മുഹൂർത്തം നോക്കിയിട്ട്, മുഹൂർത്ത ദോഷമൊക്കെ നമ്മൾ ഇന്നലെ വിധിച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കി അതിന്റെ സമ്പ്രദായം പോലെ വിധിപ്രകാരം ചെയ്യേണ്ടതുണ്ട്. അത് അല്പം ഒരു നീക്കിയിരിപ്പ് വേണ്ടി വരുന്ന ഈ രാശി കൊണ്ട് ഗണപതിക്ക് വേണ്ടിയാണ്. എന്താണ് നമുക്കത് 2 ആളെ ഒന്ന് നീക്കിയിരിപ്പോട് കൂടിയിട്ട് ചെയ്യണം. പ്രാസാദ മണ്ഡപ മുഖോപനികേതനാനാം കീർത്തി. ആ സമയത്ത് നമസ്കാര മണ്ഡപം, മറ്റു ഉപാംഗങ്ങൾ, പരിവാരങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് അതും കൂടി ഇപ്പോട്ട് നേരെയാക്കണം. അങ്ങനെ മുഖോപനികേതനാനാം കീർത്തിയും പതയത്. മുഖോപനികേതങ്ങളുടെ അതായത് നാലമ്പലം മുതലായ കാര്യങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ സമയം പരിശോധിച്ചിട്ട് നേരെയാക്കണം. സ്ഥാനഭേദങ്ങളൊന്നും വെട്ടും വേണ്ട. അളവിൽ കൂട്ടാനോ കുറക്കാനോ ഒന്നും വേണ്ട. ഒരു പൂർവ്വസമ്പ്രദായത്തിൽ പറഞ്ഞു, നിങ്ങളൊന്നും മാന തുങ്കത്വ ഹാനിർവ അധികശ്ചാവി നശസ്യതി. ഇങ്ങനെ വന്നാത്തല്ലേ പറയുന്നത്. മാനം അളവ്, തുങ്കം ഉയരം, ഹാനി കൂട്ടാനോ കുറക്കാനോ അളവിലൊന്നും വ്യത്യാസം വരും. ഇന്നുള്ള ഇതേ പദ്ധതിയിൽ ഇതേ സമ്പ്രദായത്തിൽ ഇന്നുള്ള ബിംബം തന്നെ അതിൻ്റെ പുനഃപരിശോധന ചെയ്തിട്ട് കേടുപാട് തീർത്ത് നവീകരണം ചെയ്യണം. എല്ലാം തന്നെ സാക്ഷാലായാലും ഭഗവാന്റേതായാലും ഇതായാലും. അതിന് മുമ്പായിട്ട് എന്ത് വേണം? ബാധാ ദുരിതങ്ങളെ പൂർണ്ണമായിട്ട് ആദ്യം പരിഹരിക്കണം. അത് ഏറ്റവും ഗൗരവമായി കണ്ട ആ രക്ഷസിന്റെ വിഷയവും ആ യോഗീശ്വര ശാപവും ആദ്യം പരിഹരിച്ച് ആ ഭഗവതിയുടെ മുഷ്ചലം തീർത്തിട്ട് വേണം ഇതിലേക്ക് ചെയ്യാൻ. അതിൽ ഈ സോപാനത്തിന്റെ അതൊരു പരിഹാരം കണ്ടുപോകണം. അത് ഒരു ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഷയം ദുരിതം കണ്ട ആ ദുരിതത്തിന് ആ സോപാനം ആ സമയത്ത് മാറ്റി പുതിയ സോപാനമാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കണം. അതിനാണല്ലോ ആ സമയമാണത് പറ്റിയ സമയം. അങ്ങനെ നവീകരണം വരുമ്പോഴാണ് കേന്ദ്ര സംസ്ഥയെന്നല്ലേ ഈ ശ്രീകോവിലിന്റെ കേന്ദ്രത്തില് ദ്വാരത്തില് വരുന്നത്. അവിടെയാണല്ലോ ചൊവ്വയും ഈ 7 ഗുളികനും വരുന്നത്. ലഗ്നത്തിലെ ശനി ലഗ്നത്തിന്റെ അല്ലെങ്കിൽ ഇവിടെ ആയിക്കോട്ടെ ബുധന്റെ കേന്ദ്രത്തിൽ സംസ്ഥയെ 10 ചൊവ്വയും 7 ശനിയും വരുന്നതല്ലേ ലഗ്ന. അത് ദശമോപകാഹ 4ലും 10ലും പാകുന്ന അത് സൂത്ര സ്ഥാനദോഷത്തിനും സൂത്രത്തിന് കർത്താവാണ്. അത് നമുക്ക് ആലോചിച്ചിട്ട് ഈ സമയത്ത് മാറ്റാൻ പറ്റും. ശാസ്താവിന്റെ ഇതും പരിഹരിച്ചിട്ട് ആയിക്കോട്ടെ ലഗ്നത്തിലേക്ക് നോക്കിയില്ലേ ശരീരനാശം കുറുവന്തി രവിചക്കുജോവാശേൽ ശില്പിഭി വിവിധ വിഗ്രഹം അത്ര വാച്യം. ഏതായാലും ആ ശില്പിഭി അവിടെയാണല്ലോ ഈ ശില്പത്തിന്റെ ഭംഗം കാണിക്കുന്നത്.
ശില്പിഭി അഥവാ അവിടെ ശില്പി എന്ന ശബ്ദം കൊണ്ട് കാരുഭി, കാരുക്കളായിരിക്കുന്ന ആൾക്കാരുടെ അന്ന് നിർമ്മാണം ചെയ്ത സമയത്ത് ഇതിന്റെ ഉപദേശം തന്ന ആശാരി അഥവാ വേണ്ടപ്പെട്ടവരുടെയും ശില്പികളുടെയും അശ്രദ്ധയും നമ്മളത് ലാഭം കണക്കൂട്ടി അത് വേഗം ഇങ്ങനെ മതി എന്ന് തോന്നിപ്പോൾ ചെയ്തു പോയ അബദ്ധമാണ്. മനസ്സിലല്ലേ? എങ്ങനെ മതിയപ്പോൾ അതിനെന്താ മറ്റൊന്നാല് നല്ലതിന് വേണ്ടി അല്ലേ ധരിച്ചിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചു. അത് ഈ സമയത്ത് നമുക്കത് പരിഹരിക്കാം. കൈക്കണക്ക് മാറാതെ വിധത്തിൽ പുതിയതുണ്ടാക്കിയിട്ട് പഴയ നമുക്ക് സമ്പ്രദായം ആ കുട്ടി സ്വർണം ചെറിഞ്ഞ കുട്ടി അതിന്റെ 10ാം ഭാവം സ്വർണ്ണാരൂഢത്തിന്റെ 10 കൊണ്ടാണ് ആ കാര്യം നിർവഹിച്ച ദൂതനെ ചിന്തിക്കുന്നത്. അത് യുഗ്മരാശിയാണ്. അപ്പോൾ അവിടത്തേക്ക് ചൊവ്വാദൃഷ്ടിയും രാജദൃഷ്ടിയും നല്ല ഈശ്വരാനുഗ്രഹം ഉണ്ട് കേട്ടോ. ഹോരാസ്വാമി അന്വേഷിച്ച വീര്യക്കട ഉൾക്കട വീര്യത്തുള്ള ആയുസിന് ദോഷമൊന്നുമില്ല. വ്യാഴമേലുണ്ട് പിതൃദോതികശ്ച പാരമ്പര്യം നല്ലൊരു ഒരു നിരക്കെത്തും. ആശ്രമവർണ്ണാന സവർണ അല്ലേ? ശരി. രാഹുനവാംശകം ആ കുട്ടിക്ക് ആയുസിന് വിദ്യക്ക് ഒന്നും ദോഷമില്ല. ദോഷമൊന്നുമില്ല. എങ്ങനെ ഒരാളുടെ കുട്ടിയാണ് വിഷമൊന്നുമില്ല കേട്ടോ. ലക്ഷ്മി അല്ലെ സരസ്വതി യോഗം നാളെ വിധിക്കേണ്ടതല്ലേ? ഉണ്ടല്ലേ? ബുധൻ 10ലുണ്ട്, ശുക്രൻ 10ലുണ്ട്. ശുക്രവാക്പതി വാക്പതി സുധാകരാത്മജൈഹി കേന്ദ്രകോണസഹിതൈഹി ദ്വിതീയകൈഹി സ്വച്ഛമിത്രഭവനേഷു വാക്പദൗ. കിട്ടി കേട്ടോ. വ്യാഴത്തിന് ഉച്ചാംശവും സ്വച്ഛമിത്രഭവനേഷു വാക്പദൗ ദിവാകരാത്മജി. അതായത് പിന്നെ എന്താ പറഞ്ഞ ആദ്യം പറഞ്ഞു ലക്ഷ്മി യോഗം ശുക്രവാക്പതി വാക്പതി സുധാകരാത്മജൻ. സുധാകരാത്മജൻ ബുധൻ, സുധാകരാത്മജൻ ചന്ദ്രപുത്രൻ. ആ ബുധൻ ഇന്ന് വക്രതയുടെ കാലഘട്ടം. എന്നിട്ട് കേന്ദ്രകോണസഹിതനായിട്ട് വന്നാൽ മതി. ധീമാൻ ഗദ്യപദ്യ ഗണനാലങ്കാര ശാസ്ത്രീയം നിഷ്ണാത കവിതാപ്രബന്ധരതിനെ ശാസ്ത്രാർത്ഥപാരത. ഈ കുഞ്ഞിനെ നല്ല ഭാവിയിലേക്ക് കലാരംഗത്തുള്ള കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ഒക്കെയുണ്ട്. ഈ കുട്ടിക്ക് ഒരു പ്രയാസിച്ച ലഗ്നത്തിലേക്കുള്ള ശനിദൃഷ്ടിയും ആ 4ാം ഭാവസ്ഥയായതുകൊണ്ട് അല്പം ബാലാരിഷ്ടതയുണ്ട്. അതും ശ്രദ്ധിക്കണം. ഇപ്പം എത്ര വയസ്സായി കുട്ടിക്ക്? എത്ര വയസ്സുണ്ടാവും അല്ലേ? 8 വയസ്സ് വരെ ശ്രദ്ധിച്ചാൽ മതി. ദോഷമൊന്നുമില്ല അല്ലേ? ഗൗരി അത് വിട്ട് അല്ലേ? ദശവർഷാത് 10 കഴിഞ്ഞ പിന്നെ അങ്ങോട്ടേ പിന്നെ ചതുർത്ഥെന്ന് വന്നാലേ ഭയപ്പെടാറുണ്ട്. ഈ കുട്ടിക്ക് വേറെ പരിഭ്രമമൊന്നുമില്ല കേട്ടോ. കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി. 11ലെ ചന്ദ്രനും ബുധൻ 10ലും ആയതുകൊണ്ട് ഈ കുട്ടി കാര്യം ഭംഗിയായി നിർവഹിച്ചു. ഒരു സങ്കോചമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ചില കുട്ടികളത് കയ്യിൽ വെച്ചിട്ട് വേവരാതെ കിട്ടും. നമുക്കെന്നെ പേടിയായത് പൂജ കുട്ടി സ്വർണ്ണം നശിക്കുന്നവരെ ഇത് ഈശ്വര ഇത് അല്ലെ എവിടെയും കൊണ്ടിട്ടേക്കൊന്ന് പേടിയാവും. അല്ല ഭംഗിയായി ചെയ്തിട്ടേ ഒന്നുമില്ലാണ്ട് വ്യാഴദൃഷ്ടിയൊക്കെ ഇല്ലേ? നക്ഷത്രം എന്ന ഓർമ്മയുണ്ട? നാളെ കുഞ്ഞിന്റെ നാള് ഇല്ലെങ്കിൽ അഷ്ടമരാശിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോ നമുക്ക് കാലദോഷങ്ങൾക്കുള്ള വഴിപാടുകൾ വേറെ ദോഷമൊന്നുമില്ല പറയണേ. അല്ലെ വിളിക്കും പരിഭ്രമമായി ഇല്ല, വേറെ യാതൊരു ബുദ്ധിമുട്ടില്ല. കുഞ്ഞിന് നക്ഷത്രത്തിന് ദോഷം എന്ന് പറയാൻ മാത്രം അല്ലേ? ചിലപ്പോ ദോഷം ഉണ്ടായിരുന്നു. ഭാവിയിലേക്ക് എല്ലാവിധ ഐശ്വര്യം. സൂത്രേന്റെ അതിന് വേണ്ടത് സാമാന്യം അധിപതി അംശകം നക്ഷത്രം മഹാപുത്രം ചരേ ചരസ്ഥിര ദ്വന്ദ്വ ഒന്നാം സൂത്രം ബുദ്ധി സൂത്രമാണ്. നക്ഷത്രം ദോഷമൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. ഇങ്ങനെ ഈ രാശിയായിട്ട് അഷ്ടമരാശിക്കൂറായിട്ടൊന്നും വന്നിട്ടില്ല. ഒന്നിന് ദോഷമൊന്നുമില്ല. ഒന്നും വേണ്ട. വഴിപാട് ശനിയുമാതിനാണ്. അത് ശത്രുവാണ്. ശനിയും ശത്രുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുവാണ്. അത് മൃതി തന്നെ. അധിപതി
അംശകം അംശകം ലഗ്നാംശാരൂഢരാശിഭ്യാം അത് ഉഭയരാശിയും സ്ഥിരരാശിയാണ്. ദ്വന്ദ്വേ സ്ഥിര ദ്വന്ദ്വേ സ്ഥിര അല്ലേ ജീവസൂത്രം. ഇനി നക്ഷത്ര ഗണയെ ലഗ്നാംശാരഭ്യ ഉത്രം മുതൽ രോഹിണി വരെ ഗണയർ ലഗ്നനക്ഷത്രം ചോതി വിശാഖ അനിഴം കേട്ടാം മൂലം പുരാണം ഉത്രാടം തിരുവോണ വിട്ടം സദേവ ഉത്തട്ടാവും രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി അല്ലേ. ആരൂഢ ദശമത 2 സൂര്യരാശിയാണ്. ദ്വിതീയം ചന്ദ്രാശികം ഇത് ജീവനതം ഇതാകും ഇത് പിന്നെ അല്ലേ. ഇതെന്താന്ന് വെച്ചാലേ ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു ഘടനയാണ്. ഇതിന് സൂത്രം എന്നാ പേര് പറയാം. സൂത്രം എന്ന് പറഞ്ഞാൽ പേര് സാമാന്യ അർത്ഥം ചരട് എന്ന പ്രകൃതിയെ കോർത്തിണക്കുന്നത്. ആ പ്രകൃതിയെ കോർത്തിണക്കുന്ന ഈ 5 സൂത്രങ്ങൾ പൃഥ്വിയാദി പഞ്ചസൂത്രം എന്ന് അതിന് പറയാം. അതിന് 5 നാഥന്മാരുണ്ട്. പൃഥ്വിനാഥൻ ബുധന, അപ്പോൾ അഗ്നി സൂത്രനാഥൻ ചൊവ്വയാണ്. നാഥാശ്ച ബുധ ശുക്രനാണ്. നാഥാശ്ച ബുധ ശുക്ര ആര. അപ്പോൾ പൃഥ്വി അപ്പിൻ്റെ ആള് ശുക്രൻ, അഗ്നിൻ്റെ ആള് ചൊവ്വ. നാഥാശ്ച ബുധ ശുക്ര ആര മന്ദ. ആകാശത്തിൻ്റെ ആള് മന്ദൻ, ആകാശം വ്യാഴം. ആകാശത്തിൻ്റെ ആള് വ്യാഴം, പിന്നെ വായുവിൻ്റെ ആള് ശനി. ഇങ്ങനെ ക്രമം. ബുധ ശുക്ര ആര മന്ദ ജീവ. 2 സൂത്രങ്ങള് ഇതിന് ഫലനിർവചനത്തിൽ എങ്ങനെയാ കണക്കാക്കുക വെച്ചാൽ ഇതിന് 3 അവസ്ഥാഭേദങ്ങളുണ്ട്. അത് മൃത്യു, രോഗം, ജീവൻ എന്ന് 3 അവസ്ഥാഭേദങ്ങളാണ്. ഏറ്റവും നല്ലതിൻ്റെ പേര് പോലെ തന്നെയാണ്. ജീവസൂത്രം എന്നാൽ അത്യന്ത ശോഭനം, രോഗസൂത്രം അതിൽ നിന്ന് ദോഷകരം, മൃത്യുസൂത്രം അതിൻ്റെ പേര് പോലെ തന്നെ. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയത് പ്രത്യക്ഷത്തിൽ 3 മൃത്യുസൂത്രവും 1 ജീവസൂത്രവും 1 രോഗസൂത്രമാണ് ഉള്ളത്. ഒരു ജീവസൂത്രം ഉണ്ട്. ഇതിന് ഈ സൂത്രങ്ങളെ 3 കാലങ്ങളായി പിന്നെ ആചാര്യം വിഭജിച്ചു. നക്ഷത്രാധിപസൂത്രേജ വർത്തമാനന്ദഫലം സാമാന്യം ഭൂതകാലേ ഭവിഷ്യത് സന്നദ്ധ. ഈ ഫലങ്ങൾ കഴിഞ്ഞ കാലത്തേതാണോ ദോഷം, ഇനി ഭാവിയിലേക്കാണോ ദോഷം എന്ന് ചിന്തിക്കാനാണ് അങ്ങനെ ഒരു വിഭജനം ആചാര്യം ചെയ്തത്. സാമാന്യം അധിപതി അംശകം നക്ഷത്രം. നക്ഷത്രസൂത്രവും അധിപസൂത്രവും വർത്തമാനകർത്താക്കളാണ്. അവിടെ 1 മൃതിയും 1 രോഗവും. സാമാന്യം ഭൂതകാലത്തിൻ്റെ ആളാണ്. ഭൂതകാലവും മൃതിയാണ്. ഭാവിയിലേക്ക് 1 ജീവനും 1 മൃതിയുണ്ട്. ഞങ്ങളതിന് എന്ത് ചെയ്യും? ഇതിൻ്റെ ഫലം പറയുന്നതിന് മുമ്പായിട്ട് ഈ സൂത്രനാഥന്റെ ബലം പരിശോധിച്ചിട്ടാണ് കണ്ടുകൊണ്ട് ഫലം പറഞ്ഞുകൂടാ. ഇത് സൂത്രനാഥന്റെ ബലം നിർണയിച്ചിട്ട് ഇത് പറഞ്ഞോളൂ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്രഹങ്ങൾക്ക് സുസ്ഥനും സുബലനുമാണ് എങ്കിൽ ഗ്രഹങ്ങൾ ഈ സൂത്രഫലത്തിൽ നിന്ന് ദോഷഫലത്തെ കുറക്കും. ഇനി ദുർബലനും ദുസ്ഥനുമാണെങ്കിൽ ആ ദോഷം അതുപോലെ നിലനിൽക്കും. അതൊക്കെ നമുക്ക് ഓരോന്നിനും പരിശോധിക്കാം. ആദ്യത്തെ ആൾ ബുധനാണല്ലോ. ബുധൻ സുസ്ഥനാണെങ്കിലും സുബലനാണെങ്കിലും സുബലനാണില്ല, സുസ്ഥനാണ്. ബുധൻ കിട്ടുമല്ലോ അല്ലേ, അംശബലം കിട്ടുമല്ലോ, കിട്ടും. അങ്ങനെയാണെങ്കിൽ അതെന്താവും? ഇവിടുന്ന് ഒരു പ്രൊമോഷൻ കിട്ടും. 2ാം സൂത്രധാരൻ ശുക്രനാണ്. ശുക്രൻ ശത്രുക്ഷേത്രനാണ്, പക്ഷേ ദുർബലനാണ്. നവാംശം കൊണ്ട് അത് അതുപോലെ നിലനിൽക്കും അല്ലേ അല്ലേ. സ്ഥാനം കൊണ്ട് സംശയമൊന്നുമില്ലോ. ചർച്ച ചെയ്ത് നമുക്ക് നേരെയായിട്ടല്ലേ. ചൊവ്വ ജീവസൂത്രമായിട്ട് തന്നെ ചൊവ്വ ബലം എങ്ങനെയാ പൂർണ്ണമായിട്ട് കിട്ടുമോ? ചൊവ്വ പിന്നെ അത് ഇതിന് കുറയില്ല കേട്ടോ. ഇതിന് അങ്ങനെയാണ് ആചാര്യം പറഞ്ഞതോ. ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ടേ ഉള്ളൂ, ഇങ്ങോട്ട് കുറയില്ല. ഇഷ്ടഭാവസ്ഥിതി വീര്യം. നല്ല ഇഷ്ടഭാവസ്ഥിതിയാണ്. ശുഭയോഗം, ശുഭദൃഷ്ടികള്, ശുഭയോഗം ഉണ്ടല്ലോ. ശരി, അല്ല അത് നിലനിൽക്കും. ശനി രോഗത്തുനിന്ന് മാറും, ജീവനിലേക്ക് എത്തും. കാരണം സുസ്ഥനുമാണ്, സുബലനുമാണ്. വ്യാഴം രോഗസൂത്രത്തിലേക്ക് പോകും. വ്യാഴം
രോഗസൂത്രത്തിലേക്ക് പോകും അല്ലേ? 6 അംശമാണ്. ബലവാനാങ്കിൽ അംശബലം കൊണ്ട് രോഗസൂത്രമായിട്ട് കിട്ടും. ശരി. ചാംശം ഉള്ളത് കൊണ്ടും 6 അത് ഇങ്ങനെ രോഗത്തിലേക്ക് വന്നു. സുസ്ഥനാണെങ്കിലും ഈ ബലത്തിൽ പരിപൂർണ്ണ സുസ്ഥനാച്ചാൽ നവാംശകം 6 ഒരു ആചാര്യന്റെ അവസ്ഥ എന്തായോ, ഈ അംശകവും സ്ഥിതിയും ഇഷ്ടരാശിയിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ കിട്ടൂലെന്ന് പാപപരമായ സുഖവർഗത അല്ലേ? പിന്നെ ഈ സ്വച്ഛാദിസ്ഥാനി വീരന്മാരായ ശുഭഗ്രഹങ്ങൾ സ്വച്ഛാവിഷ്ടഗ്രഹേഷു കാരകപതി ആ നിയമം കൊണ്ട് അങ്ങനെ 6 അനുഭവത്തിൽ അല്പം പറയും. എങ്കിലും നമുക്ക് എന്താവും, ഒരു സമാധാനം ഉണ്ടായിരിക്കും. 2 ജീവസൂത്രമായിട്ട് മാറിയിട്ടുണ്ട് ബലം കൊണ്ട്. ഒന്നാം സൂത്രം ബുദ്ധിസൂത്രം, അത് രോഗസൂത്രം. അതിന്റെ നാഥൻ ബുധൻ. ആ ബുധനാണ് നമുക്ക് ഇവിടുത്തെ ദേവൻ. സാന്നിധ്യവതി എട്ടാം ഭാവത്തിൽ സാന്നിധ്യ ക്ഷേത്രബിംബാൻ അല്ല സാന്നിധ്യം അഭിബിംബഞ്ച പഞ്ചമേന അഭിചിന്തിതം. ഭഗവാന്റെ രോഗത്തിന് ചികിത്സ വേണം. അപ്പോൾ 2 ചികിത്സ വേണം. രോഗചികിത്സയും വേണം, കായ ചികിത്സയും വേണം. എന്താ അങ്ങനെയൊക്കെ അന്ന് കായ ചികിത്സ അല്ല. ഒന്ന് രോഗം തീരാനും വേണം, അതിനുശേഷം എന്ത് ചെയ്യണം, ശരീരം പുഷ്ടിപ്പെടുത്താനും വേണം. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് ദേവനിലേക്കുള്ള രോഗം പരിഹരിക്കാനുള്ള ചികിത്സ അത് വേറെ വേണം. അതിന് ശേഷം എന്ത് ചെയ്യണം, ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള അതിൻ്റെ അർത്ഥമാണ്. ഇന്നുള്ള ദോഷങ്ങളൊക്കെ തീർത്തിട്ട് ഇതിൻ്റെ ബാധാതുതൊക്കെ വേർപെടുത്തി ചികിത്സിച്ച ശേഷം പൗഷ്ടികം ഭംഗിയായിട്ട് ചൈതന്യ പുഷ്ടിക്ക് വേണ്ടുന്ന എല്ലാവിധ ക്രിയകളും അതൊട്ടും ലോപിക്കാണ്ടും അത് വിസ്തരിച്ച് ചെയ്യണം. അതൊട്ടും നോക്കണ്ട, ലോപില്ലാണ്ട് ചെയ്യണം. അതെന്താന്നൊക്കെ നിങ്ങൾ തിരിച്ചു തന്നെ, എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ 3 തിരിച്ചു തന്നെ. അർത്ഥം മനസ്സിലല്ലേ? രോഗചികിത്സ വേണം, പൗഷ്ടികവും വേണം. അപ്പോൾ സാന്നിധ്യ പുഷ്ടിക്ക് വേണ്ടി എന്താണോ നമുക്ക് ഈ ഭഗവാന് ചെയ്യാൻ പറ്റുന്നത് അത് വൈദികമായിട്ടും ചെയ്യണം. എല്ലാ അർത്ഥത്തിലുള്ള പൗഷ്ടികമായ ചികിത്സ തന്ത്രിയായിട്ട് ആലോചിച്ചാൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? മനുഷ്യ വിഷയാണെങ്കിൽ ദേവതാഭജന ധാതുപോഷണം. ധാതുപോഷണം അങ്ങനെ നമുക്ക് ആരോഗ്യം വർദ്ധിക്കാനുള്ള കർക്കിടകത്തിൽ മരുന്ന് സേവിക്കണം എന്ന് ഭഗവാനെ സംബന്ധിച്ച് അതിൻ്റെ വിധിയുണ്ടല്ലോ അല്ലേ? ഇല്ലേ? പൗഷ്ടികമായിട്ടുള്ള നവീകരണ കാരകത്വം വെച്ച് ശുക്രൻ തന്നെയല്ലേ ലഗ്നത്തിലേക്ക് നോക്കുന്നു, ലഗ്നാധിപനോട് കൂടി വെച്ചിരുന്നത്. ഈ ബുധൻ പൂർണ്ണമായ നവീകരണം അതെങ്ങനെ കലശം ഏത് കലശനൊക്കെ നമുക്ക് നിങ്ങൾ വൈദികന്മാരുടെ ഇട നിങ്ങൾ വിധിച്ചുക ശ്രദ്ധയായിട്ട് ആലോചിച്ച് ചോദിക്കാം. ഞങ്ങളുടെ ഗൗരവം എന്താന്ന് പറഞ്ഞുതരാം. അത് മൃത്യുസൂത്രത്തിന് രോഗസൂത്രമായി മാറി എന്നുള്ളത് ഇങ്ങനെ വിഷയം കണ്ടതുകൊണ്ടും ബാധാജന്യങ്ങളായ ദുരിതങ്ങളെ മുഴുവൻ വേർപെടുത്തി ഇതിൻ്റെ ശ്രീകോവിൽ സമൂലം പരിശോധിച്ച് ആ ഭൂമിയിലുള്ള ദുരിതങ്ങളെ മുഴുവനും എടുത്ത് ഇതിൻ്റെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ അതൊന്ന് സൂക്ഷ്മമായി ചിന്തിച്ച് ഒരു നീക്കിവെപ്പോടുകൂടി തന്നെ ഒരു പരിശോധനയോടുകൂടി വേണ്ടി വരുന്നതാണ് ഇതിനർത്ഥം. അതാണ് അതിൻ്റെ ഉത്തമം. അവിടെ ഒരു എന്തോ ലഗ്നസ്ഥ ഭാവി പുതിയ കണ്ടുവച്ചതാണ്. അശുദ്ധിരെ വന്യ അല്ല അന്യപാവൈഹി. ഇപ്പോൾ 12-ലെ പാവനവാംശവും ലഗ്നത്തിലെ പാവയോഗവും രണ്ടും നമ്മൾ ചിന്തിച്ചു വെച്ച വിഷയമാണ്. അഥവാ ഈ ദേവൻ ബുധനാണെങ്കിൽ അതല്ലേ അങ്ങനെ അന്ന് തിരിച്ചങ്ങനെ ഗുരുസ്ഫുടം ഗുരുസ്ഫുടം പറയാം. 1-21-37 ജീവനിലോ പല സമയത്തിലെ ശ്രീകുലം പുത്ര ശ്രീകുലം പുത്ര ശ്രീകുലം പുത്ര വിന്യസ്യാദ ഗുരുസ്ഫുടം 3-21-37
47. ഏതാ ബിംബസ്ഫുടം കാണാനാ. നമ്മൾ ആ ബിംബത്തിലുള്ള പോരായ്മകൾ എന്ത് എന്ന് പരിശോധിക്കാൻ ഉടക്രി ചെയ്തിട്ട് ഒന്നുകൂടി ശുദ്ധിയാക്കണമെന്ന് ചർച്ചയിൽ വന്നിരുന്നു. ഇന്നസ്യാദുസ്ഫുടം ഗതഗടീ നിഗ്നം മാന്യോതനും തൽക്കാലത്ത് നിർത്തോട്ടെ എന്നാലേ പിന്നെ നമുക്ക് വെക്കാം. മാന്യതനുമ മാന്യതനു മാന്യതനു താർന്നാൾ മാന്യത ആർന്നല്ലേ മാന്യ ഇതൊന്ന് അയ്യോ മനസ്സിലല്ലേ അല്ലേ മാന്യതനു മാന്യ മാന്യ 24 അത് കരയിച്ച ശേഷം പ്രാഗ്ലഗ്നേന സമന്വിതം ഉദയലഗ്നം പ്രാഗ്ലഗ്നേന സമന്വിതം ഇത് മകണതത്യക്വ 12 മാകണം 12 വെച്ച് 5/4 കൊണ്ടൊന്ന് ഗണപതി കെട്ടുപോകും. ഉദയശാന്വിതം 5ാം ഭാവാദികളുടെ സ്ഫുടം ചേർക്കണം. 5ാം ഭാവം ബുധന്റെ സ്ഫുടം 4, 9, 25. ഉദയശാന്വിതം ഇത് ബിംബസാധനം. ഇത് ബിംബസാധനം. 11, 8, 46 ബിംബസാധനം. അതിൽ തനുസ്ഫുടം 10, 29, 2.
അതിൽ 10 29 അത് സെൻട്രലിനകത്ത് 10 കുംഭരാശിയിലെ ഉദയരാശിയിലെ നം തെക്വാ അതേ ഇത് ഒന്ന് ഈ ഏതാണോ ദേവത ഇപ്പം ഇത് ബിംബസാരം ഈ ബിംബസാരത്തിൽ അതാത് ദേവന്റെ അല്ല ആരുണ്ടാകുന്നത് നമ്മൾ ആരാണോ അതാണല്ലോ പ്രസ്താവം. ഇപ്പോൾ ലഗ്നാധിപൻ ആ ലഗ്നത്തിൽ നിൽക്കുന്ന ലഗ്നാധിപന്റെ സ്ഫുടാണ് എന്നാലേ ആ ഉദാഹരണം പുതുസ്ഫുടം ചേർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ശരിയാണ് 10, 24, 23, 24 എങ്ങനെ 10 ചേർത്താൽ മതി. 10 അവത്തന്നെ രാശി മാത്രം 10 23 അത് സ്ഫുടം കിട്ടില്ല സാധനം കിട്ടില്ല 10 23 23 3 7 10 54 ഇതാണ് ദേവന്റെ ബിംബസ്ഫുടം. എത്രയാ കിട്ടിയത്? 10, 2, 41. ഇത് ചരം ഇതിഭവൽ പൃഷ്ഠം ചരാശാങ്കിൽ ഉപേക്ഷിക്കുന്ന സാധനം. സ്ഥിരം ഇതിഭവൽ കേട്ടോ. അത് നമ്മൾ ആ ഗണിതത്തിലേ ഭഗവാന്റെ ബിംബത്തിന് യാതൊരു ഗണമില്ല കേട്ടോ. അത് അങ്ങനെ ആ തന്ത്രി എന്നുള്ള സമയത്ത് നമ്മൾക്ക് ഈ നവീകരണത്തില് ബിംബോപാധികൾക്ക് എന്തെങ്കിലും പോരാൻ വേണ്ട ചിന്തിക്കാൻ ഗണിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഫുടം നമുക്ക് ഇവിടെ സ്ഥിരരാശി കിട്ടി. ഇനി അതിനെന്തെങ്കിലും ഓരോരുത്തരുടെ വർഗ്ഗങ്ങൾ നോക്കിക്കോട്ടെ. എന്തെങ്കിലും ശനി ദ്രേക്കാണാധിപൻ ശനി ആദിത്യഹോരായ സൂര്യൻ പോരാ പിന്നെ ശുക്രൻ നവാംശകം ശനി എന്നല്ലേ ചൊവ്വക്ക് വിഷാംശകം വ്യാഴം ക്ഷേത്രം ശനിക്ഷേത്രം അല്ലേ. അപ്പോ ശനിവർഗം എത്ര കിട്ടി? 2 ശനിവർഗം അല്ലേ. ഭാവാവിന് 2 വർഗം, ഒരു ശുക്രവർഗം എന്നുള്ളത് അല്ലേ. ശുക്രവർഗം, ഒരു വ്യാഴവർഗം, ഒരു സൂര്യൻ. ഇല്ല, പാപവർഗമായിട്ട് ലഗ്നാധിന്റെ വർഗം പാപവർഗമായിട്ട് പരിഗണിക്കില്ല കേട്ടോ. അല്ല, അവിടെ നവാംശകം ബിംബത്തിന്റെ നവാംശകം വരുന്നത് ബിംബസ്ഫുടത്തിന്റെ നവാംശം ദ്രാവൻ രാശിയിലാണ്. ബിംബസ്ഫുട നവാംശത്തിൽ പാപയോഗം ഭവിക്കിലോ ബിംബത്തിന് അജീർണത്വം ഉണ്ടെന്നുള്ളൊരു ലക്ഷണം മാന്തിരത്രൈവ നിന്നീടിൽ ആവർത്തിച്ചിരിക്കണം. അതില്ല, ജീർണോദ്ധാരണം ഭംഗിയായിട്ട് വേണം. നവാംശത്തിലല്ലേ ബിംബസ്ഫുട നവാംശത്തിൽ ഗൗരവതരമായ പാപദോഷം ഇല്ലാത്തത് കൊണ്ട് വന്നില്ലല്ലോ, വിസ്താങ്ങിയില്ലല്ലോ. ഇല്ലല്ലോ അല്ലേ. ബിംബത്തിന്റെ കാര്യത്തിൽ ചിന്തിക്കുകയും വേണ്ട. ബിംബം അത്ര കണ്ട് യോഗ്യമാണ്. യാതൊരു വിധത്തിലുള്ള പരിഹാരവും ബിംബത്തിലേക്ക് അതിന്റെ മാറ്റത്തിലേക്ക് ചിന്തിക്കണ്ട. ജീർണോദ്ധാരണം ഭംഗിയായി ചെയ്ത് കലശം നടത്തണം. അതേ വിധിക്കുന്നത്. തന്ത്രി എങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വരുക എന്നാ പറഞ്ഞ ഉച്ചക്ക് നമുക്കൊന്ന് വിളിക്കാം. ബിംബസ്ഫുട നവാംശത്തിന്റെ 12 ചന്ദ്രനായതുകൊണ്ട് ഈ ബാക്ക് ഭാഗത്തെ കൂടെ ഈ ഉള്ളിലേക്ക് ചെളി കയറുന്നുണ്ടോ? ഞാൻ ചിന്തിക്കണ്ടല്ലേ. അതായത് ഉള്ളില് എനിക്ക് തോന്നി കഴിഞ്ഞ നവീകരണത്തില് നമ്മളത് എന്തൊക്കെയോ ചില മാലിന്യം കണ്ടിട്ടും തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് നേരെ കൂടി ഒന്ന് പൂശിപ്പോയോന്നു. പീഠത്തിന്റെ ബാക്ക് ഭാഗത്തെ കൂടെ മറ്റേതൊക്കെ ഉള്ളില് മാലിന്യം കണ്ടിട്ടും അങ്ങനെ യോഗനാളം പരിശോധിക്കാതെ നാളശുദ്ധി വരുത്താണ്ട് തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ, നമുക്കത് പിന്നെ ഇന്ന് ഭാഗ്യമായിട്ട് കാണാതെ ഉള്ളിൽ ചളി നിറഞ്ഞിട്ട് പുറമേ എന്റെ ധാതുവിനെ കൊണ്ട് മേലെ ആക്കിപ്പോയോ അങ്ങനെ അന്ന് ശ്രദ്ധയിൽപ്പെട്ടാണ്. എന്താ പറയാ, ഇത് അന്ന് ഇതാക്കിയില്ലേ, നദിയില്ലേ, അതിലെന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ വാക്കിലൊന്നും അങ്ങനെ അത് മാലിന്യം ഉണ്ടെങ്കിൽ അത് കൈകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാനായി പോയി. ഇല്ല, അതേ ഉള്ളൂ.
മാലിന്യം ബിംബത്തിന്റെ നാളം ഈ യോഗനാളം ഈ നപുംസകശീലയിലേക്ക് മുട്ടും. പക്ഷെ ഇത് നമുക്ക് പൊന്തിക്കാൻ നല്ല സ്യൂട്ട് ആയതുകൊണ്ട് ബിംബം എടുക്കുന്ന സമയത്ത് നാളം മുട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഇതാക്കിയതാണ്. മാലിന്യം ഒരു സമാധാനം എന്താ, പെട്ടെന്ന് പിന്നെ പൊട്ടിപ്പോകും. അല്ലെ തിരുവേനി ഒരു ഗുണം കിട്ടിയെന്താ, ആരൂഢ സ്ഫുടം തന്നെ ബിംബസ്ഫുടായിട്ട് വന്നു. ഇത് ആരൂഢം തന്നെ ആയി സ്ഥിരാശിയായിട്ട് ഭാവാദി ഒരാളായി ഭാവം സ്ഥിരാശി സ്ഥിരാംശം ചെയ്തു. ഒരു ഗണ്ണാന്താംശത്തിലൊന്നും വന്നില്ല. ഗണ്ണാന്താംശയെ പാവയുക്തേരിസ്യാത് എന്നല്ലേ പറഞ്ഞു. ഇത് സ്ഫുടം ഗണ്ണാന്താംശത്തിൽ പാവദൃഷ്ടായിട്ട് വന്നാലാ ഇതിന് നാശം വരിക. ഗണ്ണാന്തം അങ്ങനെ അല്ലേ, അതൊന്നും വന്നില്ല. കട്ടികുറിച്ച് വീനങ്ങളായിട്ട് ഗണ്ണാന്താംശം കൊണ്ട് പാവയോഗം വന്നാലല്ലേ ഇയാള് നശിച്ചു പോവാ. ഈ ബിംബഭാഗം മേൽഭാഗം നനയാ, ഈ നാളഭാഗം നനയാണ്ട് വരുമ്പോൾ ഈ ബിംബം പൊന്തിരിക്കുന്ന സമയത്ത് ബിംബത്തിന്റെ നാളം നല്ല ടൈറ്റായിട്ടേക്ക് എടുക്കുന്ന സമയത്ത് അത് പൊട്ടും. അവർക്ക് ധരിച്ചുകൊണ്ടായിക്കോന്ന് അങ്ങനെ അവിടെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് കേടുപാടുന്ന അത് നല്ല ആൾക്കാർ ഒരു ബിംബം അനങ്ങാണ്ട് പീഠം നല്ലോണം വൃത്തിപ്പിടിച്ച് മെല്ലെ ഉയർത്താൻ പറ്റുമെങ്കിൽ മാത്രമേ അത് പൊട്ടാണ്ടിരിക്കുള്ളൂ. നമ്മളതിൽ സാഹസം കാണിച്ചു കഴിഞ്ഞാൽ വേഗം ബിംബം പൊട്ടും, വേഗം അതിവേഗം പൊട്ടും. അതായത് നല്ല പരിചയം നോക്കിയിട്ട് ചെയ്തോളാം. നവീകരണ കർശം വേണം എന്നുള്ളത് പ്രശ്നത്തില് സൂത്രം കൊണ്ടും ഗണിതം കൊണ്ടും നോക്കാത്തല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ, നോക്കാത്തല്ലേ എന്റെ വിധിയെ എന്താ പറയാ, ഈ യോഗം കൊണ്ട് സൂത്രം കൊണ്ട് വിധിച്ചു. കുംഭന്റെ രാശിയല്ലേ, കുംഭന്റെ രാശി കലശരാശി അതെയാ അതന്നെയാ. കുംഭം എന്ന് വെച്ചാൽ കലശം, അതിന്റെ യഥാർത്ഥ ന്യായത. ഇത് ബിംബസ്ഫുടത്തിലേക്ക് നവീകരണ കാരകനായിരിക്കുന്ന ശുക്രന്റെ ദൃഷ്ടിയും നവീകരണ കാരകനായിരിക്കുന്ന ശുക്രന്റെ ക്ഷേത്രത്തിൽ ഇതിന്റെ അംശവും നവാംശവും വന്നു. തീർച്ചയായിട്ടും സ്കന്ധേതിരിക്ത പുരുഷസ്തു കുംഭ ജംഘേത് ഏകാദശമാഹുരാര്യാഹ. നവീകരണകാലത്തെ 2 ഗ്രഹത്തിനല്ലേ, ചന്ദ്രനും ശുക്രനും അല്ലേ. തീർച്ചയായിട്ടും നവം ശീതകോ എന്നും രമ്യം ചിത്രീതം നവം ജപുജയം 2 കാരകത്വമുണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടിലാണ് കാര്യം സാധിക്കും. അതുകൊണ്ട് അതിൻ്റെ തന്ത്രിയായിട്ട് ആലോചിച്ച് നമുക്ക് രാശിഗ്രഹത്തേക്ക് അത് തന്നെ ഞങ്ങൾ എഴുത്തരാം. അതും പരിശോധിച്ച് നല്ലൊരു ഒരു പരിശോധന നടത്തി അതിന് പരിചയസമ്പന്നരായിരിക്കുന്ന ആൾക്കാരെ കൂട്ടി ഈ മുമ്പ് ഇങ്ങനെ ചെയ്ത സമയത്ത് വല്ലതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ച് ഇപ്പം ഗണപതിയൊക്കെ പറഞ്ഞ പോലെ ഇതിന് കേട് വരാതെ വിധത്തിലും തട്ടാതെ വിധത്തിലും സൂക്ഷ്മമായിട്ട് ചെയ്യുന്നൊരു പദ്ധതി ഉണ്ടാകും. അശ്രദ്ധ കൊണ്ടൊന്നും ആയിപ്പോണ്ട് നോക്കുന്ന അല്ലേ, കേടി കേടി വിഷമമായിപ്പോവും ചെയ്തു നമുക്ക് കേടുപാടുണ്ട് എന്ന് കണ്ടു. അവന് വലിയ ഇതായാലും തിരുവിമ്പായാലും ഒന്നും മാറേണ്ടതില്ല. ശരി, സാമാന്യം അധിപതി പൃഥ്വീസൂത്രം രോഗസൂത്രായോണ്ട് കുറച്ച് ബിസി ആഫ്റ്റർ നൈറ്റ് പ്ലീസ് കൊടുക്കും. ശരി, ഇംഗ്ലീഷ് പ്ലീസ്, ഇംഗ്ലീഷ് നൈറ്റ് 5 o'clock, evening 5 o'clock. Thank you. ഈ കുംഭത്തിന്റെ ആദ്യത്തിലേക്കാണല്ലേ വരിക ഈ ലഗ്നം. അതെ, എണ്ണ വീണിട്ടും പിന്നെ ഇതൊക്കെ അല്പം ഒരു പ്രയാസം ഉണ്ടായിന്നാ അങ്ങനല്ലേ പറയാ. ഭോജനാകുലീകൃത്യ അല്ലേ, അത് നമ്മൾ സന്നദ്ധോചാരത്തില്ലേ പ്രവർത്തിക്കുക, അല്ലാണ്ട് ആ പദം ഇതിലേക്ക് നമ്മള് ചിന്തിക്കുന്ന ഇവിടെ നിന്നാണ് അല്ലേ. അതെ, അത് മതിപ്പിക്കുന്ന വസ്തുക്കൾ എന്നർത്ഥം. ഇവിടെ എന്താ മതിപ്പിക്കുന്ന വസ്തുക്കളാ. അപ്പോ ദേവനിലേക്ക് മതിപ്പിക്കുന്ന വസ്തുക്കളുടെ അഭിഷേകം കൊണ്ടും ഇപ്പോ പിന്നെ ജലഭോജനാഗങ്ങളെ കൊണ്ടും ഭഗവാൻ എന്തെന്നാവുണ്ട് വ്യാകുലീകൃത തന്നെ. അപ്പൊ എവിടെയോ അല്പതിയിലേക്ക് ഇറങ്ങുന്നുണ്ടോ നമുക്കൊരു ഇല്ലാന്ന് എന്തായാലും നിങ്ങൾ അനുഭവത്തിൽ കാണുന്നുണ്ടെങ്കിലും എപ്പോ ഇറങ്ങിയതിന്റെ അംശങ്ങൾ ഉണ്ട്. ആകുലീകൃത അല്ലേ അങ്ങനെ ഇതിന്റെ വ്യാകുലീകൃതമെന്നാണ് മതിപ്പിക്കുന്ന വസ്തുക്കളല്ല ഇവിടെ, അല്ലാണ്ട് മറ്റേ പദാർത്ഥം അല്ലല്ലോ അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ജലഭോജനാഗമങ്ങളെ കൊണ്ടും
മതിപ്പിക്കുന്ന വസ്തുക്കളെക്കുന്നു വ്യാകുലീകൃതനായിട്ട് സകമ്പളനായി. സകമ്പളൻ കമ്പളത്തോടെയും പുറത്തിരിക്കുന്നവൻ ശരിക്കെടുക്കുന്നതെന്ന് കാണിച്ചോണ്ടല്ലേ. ശരി, പിന്നെ നമുക്ക് ബിംബസ്ഫുടത്തിൽ പറയാം. പിന്നെ അതുപോലെ ഗണപതി ഇതിലെ ഈ ബിംബസാധനല്ലേ അത് ശുക്രസ്ഫുടന്റെ ഗണപതി. അതായത് ഈ ബിംബസാധനം ബിംബസാധനം മാത്രമേ 18:40 ശുക്രസ്ഫുടം ചേർത്താൽ 46. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ശുക്രസ്ഫുടം ചേർത്താൽ ഗണപതിയുടെ സ്ഫുടം കിട്ടും. അവരുടെ എല്ലാ ദേവന്മാരെയും ചിന്തക്ക് ഇതാണ്. ആ ബിംബസാധനം ആദ്യം എടുത്തു വെച്ചാൽ ആ ബിംബസാധനം എല്ലാത്തിനും ഉള്ളതാണ്. ആ ബിംബസാധനത്തിൽ അതാ ദേവന്റെ സ്ഫുടം ചേർക്കുമ്പോഴാണ് അതിനോട് ശുക്രസ്ഫുടം ചേർക്കണം. അപ്പൊ ഗണപതിയുടെ ഇവിടെ ദോഷമായി ചിന്തിക്കണം. 11:46 ഇങ്ങനല്ലേ പണ്ടുള്ളവരൊക്കെ ചിന്തിച്ചു പോയിട്ടുള്ളവാ. കേവലം അത് എത്ര ശുക്രസ്ഫുടം, ഇതിന് എത്ര ശുക്രസ്ഫുടം? ശുക്രൻ 4:10 48 3:19:34 ഗണപതി ഭഗവാന്റെ ബുദ്ധസ്ഫുടം. അത് കർക്കടകരാശി. ലഗ്നത്തിൽ ശുക്രാംശവും വ്യാഴാംശവും ചരരാശി. ഇവിടെയാണ് നല്ലോണം നടക്കുന്നത് കേട്ടോ. ഈ നമുക്കിപ്പോ എവിടെയാണ് ദോഷത്തിന്റെ ഗൗരവം ചോദിച്ചാൽ ഗണപതി എടുത്താണ്, സാക്ഷാലല്ല. മറ്റേ അല്ലേ ഇത് ചരരാശി അല്ലേ? ചരരാശി ലഗ്നത്തിൽ പാവയോഗം. അധോമുഖരാശി. അധോമുഖം അല്ലേ? പിന്നെ അധോമുഖം യതിഭവേത് ഹിയേതവിത്ത തെജ്യേതാ സുഹൃജനൈഹി. വേണ്ടപ്പെട്ടവരെന്നെ കാണുന്നില്ല, വേണ്ടപ്പെട്ട നോക്കുന്നില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളിനെ ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പം ഗണപതി പറയുന്നത്. നിങ്ങള് മേശാന്തി പോലെ എന്നെ നോക്കില്ലേന്ന് ചോദിക്കണം എന്നാണ് പറയുന്നത്. വിദ്യാരൂഢ അധോമുഖം യതി ഭവേത് ഹിയേതവിത്താദിവിത്യജ്യേതാ സുഹൃജനൈഹി. സുഹൃജനൈഹി ത്യജ്യേത. സുഹൃജനങ്ങൾ ത്യജിക്കപ്പെടുന്നു. ഇഷ്ടജനങ്ങൾ ആരും എന്നെ വേണ്ടവണ്ണം പരിഗണിക്കുന്നില്ല, എന്നെ ഒന്നും വേണ്ടവണ്ണം കാണുന്ന സങ്കടം ഭഗവാൻ നല്ലോണം ഉണ്ട്. അവിടെ മറ്റ് ഗ്രഹയോഗ ദൃഷ്ടിയിലാണ്ട് കേവലം സൂര്യബന്ധം വന്നുകൊണ്ട് കൃഷ്ണത്തിന് അധോമുഖത്തിന്റെ ഫലം പൂർണ്ണമായിട്ട് വരും. താനിൽ നിന്ന് അധോമുഖി സൂര്യൻ നിൽക്കുമ്പോഴേ അധോമുഖം കൊടുക്കുക. അധോമുഖം ബിംബഭാവത്തിൽ വരുമ്പോഴല്ലേ നമ്മൾ ഒരു ഗോചരത്തിൽ കാണിച്ചത് അധോമുഖമായിട്ട് വന്നു. സർവാധോധോമുഖ. അപ്പൊ അധോമുഖ രാശിക്ക് രാജാനത്ത് നിർവചനം പറഞ്ഞ നിങ്ങൾ സ്വർണ്ണ അധോമുഖാനത്തെ രാശി അധോമുഖാലി ഫലം പറഞ്ഞുകൊണ്ടെന്ന് സ്വർണത്തിൽ പറഞ്ഞു. സർവാധോധോമുഖം എല്ലാം അധോമുഖമാണെങ്കിൽ രാശിക്ക് അധോമുഖത്തുണ്ട്, സ്വർണത്തിന് അധോമുഖത്തുണ്ട്, ഗ്രഹങ്ങൾക്കും അധോമുഖത്തുണ്ട്. ഗ്രഹങ്ങൾക്ക് അധോമുഖത്തിന് തിരിച്ചൊരു സ്ഥലത്തുണ്ട്. മുകളിലോട്ട് നോക്കുന്ന ആൾ താഴോട്ട് നോക്കുന്ന ആളൊക്കെ ഈ 3 നിയമങ്ങൾ ഉദ്ധരിച്ചിട്ട് ഫലം പറഞ്ഞോളെന്ന് പറഞ്ഞിട്ട് കർക്കിടകൻ രാശിയിലായതുകൊണ്ട് ഇതിനുള്ള വെള്ളക്കെട്ടുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഗണപതി. പോവില്ല അല്ലേ? ഇതൊന്നുമില്ല, നീങ്ങില്ല. അത് കർക്കിടകം വൃശ്ചികം മീനം ജലരാശിയാണ്. ഞാനിപ്പോ തൽക്കാലം അഴുകിയ ജലത്തിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ആ 19 എങ്ങനെ വരും? നവാംശം എങ്ങനെ വരിക? 16 പോയിട്ട് ധനുലംശം അല്ലേ? ലഗ്നനവാംശപതുല്യധനുസ്യാൽ ഒരാളുടെ ശരീരം ചിന്തിക്കേണ്ടത് ലഗ്നനവാംശം കൊണ്ടാവും. ഗണിതക്രിയയിൽ സ്ഫുടം വെച്ച് കഴിഞ്ഞാൽ ശരീരം ലഗ്നാംശം കൊണ്ടിരിക്കുന്ന വ്യാഴമായതുകൊണ്ട് ശരീരം ബലവത്താണ്. സംശയമൊന്നും വേണ്ട. ശുക്രൻ ഇഷ്ടഭാവസ്ഥിതിയും ലഗ്നത്തിലെ നവാംശവും ഉള്ളതുകൊണ്ട് ബിംബങ്ങളുടെ ഈ പൂർണ്ണമായി മാറേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നിലവിധാനം നേരെയാക്കി മാലിന്യം മുഴുവൻ എടുത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ നിലവിധാനമില്ലേ, അത് വേണം നമുക്ക് രാശിയിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഭേദഗതി വരുത്താൻ പറ്റുന്നു. ബിംബവും മാറണ്ട, സ്ഥാനവും മാറണ്ട. അങ്ങനെ വെക്കണം.
ബിംബ സ്ഥാനഭേദങ്ങൾ വരാത്ത വിധം ഇന്ന് സമൂലമായ നവീകരണം ഗണപതിയിലേക്ക് സാക്ഷാൽ ഭഗവാനെക്കാട്ടിലും ഇന്ന് ആഗ്രഹിക്കുന്നു എന്ന് കണ്ടുപോകാം. തന്നെ അവിടെ ചൊവ്വാദൃഷ്ടി വന്നു. ചൊവ്വാദൃഷ്ടി ഇതിലേക്കല്ലേ ഇതിലേക്കല്ലേ ഇതിലേക്കുള്ള ചൊവ്വ നാലത്തിൽ ദൃഷ്ടി മുഴുവൻ അജീർണത്വം ജീർണത്വം അവയവം വന്ന ജീർണത്വം. ശരി, അതാണ് ഗണപതി ഭഗവതിയുടെ വിഷയം. അങ്ങനെ മറ്റേതിൽ മൊത്തം പോയി. ഇനിയിപ്പോ ഒരു സൂത്രം എന്ന് പറഞ്ഞതിന്റെ ഈ സൂക്ഷ്മയില്ലേ അത് വേറെ പിന്നെ പിന്നെ ചിന്ത വരാൻ പാടില്ല. അതിനാൽ അതന്നെ പ്രത്യേകം എടുത്തു. 11:46 11:46 ദുർഗാവിധാനം ശ്രീയായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനോ 5:14:35 4:23:21 ഭഗവതിയുടെ ബിംബസ്ഫുടം. സ്ഥിരരാശിയാണ്. കാലഗ്രഹം ഇഷ്ടസ്ഥനായിട്ട് 2-ലുണ്ട്. സ്ഥിരരാശി അവിടെ നിന്നുള്ള സ്ഥാനം മാറണ്ട, ബിംബവും മാറേണ്ടതില്ല. എല്ലാ ഗ്രഹങ്ങളും കേന്ദ്രസ്ഥന്മാരായി നിൽക്കുന്ന രാശിയാണ്. അപ്പൊ അവിടുന്ന് എന്നെ നവാംശം വരിക 23:20 20 പറയുമ്പോ 21 വന്നില്ല. 21 വൃശ്ചികത്തില് ഇവരെ പോലെ 20 നരഗൗരി പോയില്ലേ? വൃശ്ചികത്തിലംശം 26-40 വരെ 26-40 വരെ 23-20 വരെ 7 26-40 8. അപ്പോ മേടത്തില് 8 വൃശ്ചികാംശകം, വ്യാഴദൃഷ്ടി, ചൊവ്വാദൃഷ്ടി 11 ലക്ഷം. അത് അതിൻ്റെ ആ ഒരു ശ്രദ്ധക്കുറവൊക്കെ മാറ്റി നേരെയാക്കിയാൽ മതി. ഇപ്പോൾ പ്രാസാദ മണ്ഡപ മുഖോപരിയെ നിർത്തിമതൽ ജീർണതാ പരിഹാരം വരുത്തി നേരെയാക്കിയാൽ മതി. ഇപ്പോൾ ദോഷത്തിൻ്റെ പട്ടികയിൽ ആദ്യം അത്യന്ത ദോഷം ഗണപതിക്ക്, അത് കഴിഞ്ഞ് സാക്ഷാൽ ഭഗവാനി, പിന്നെ ഭഗവതി. അങ്ങനെയാണ്. ആരാ കൂടുതൽ പരാതിക്കാരെന്ന് ചോദിച്ചാൽ ഗണപതിയാണ്, അത് കഴിഞ്ഞ് ഈശ്വരനാണ്, അത് കഴിഞ്ഞിട്ട് ആരുള്ളൂ? സ്ഥാനമാനങ്ങൾക്ക് മാറാതെ ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെയും കൂടെ എത്തിയിരിക്കാം. അല്ലേ? പിന്നെ നമസ്കാര മണ്ഡപത്തിൻ്റെ കല്ലളകിയിട്ടൊന്നും കിളക്കൊന്നും കാണാനില്ല. നമസ്കാര മണ്ഡപത്തിന് ജീർണത പരിഹരിക്കാനുള്ള ഉദ്ദേശമുണ്ട്. അതിന് വേണേ, അതേ കൂട്ടത്തിൽ വേണം. പ്രാസാദ മണ്ഡപ മുഖോപരികേതനാനാം കീർത്തി, അത് ഈ സ്വർണ്ണാരോഹണം ലഭിച്ചുകൊണ്ട് സാക്ഷാൽ ഭഗവാന്റെയും ഈ ഭഗവതിയുടെ ഒക്കെ തന്നെ ആൾക്കാരുടെ ബാക്കിയുള്ള കാര്യം. പിന്നെ ഈ പരിവാരശിലകൾക്ക് എന്തെങ്കിലും അശുദ്ധി വരുന്നത് അത് സൂക്ഷിക്കണം. ഇരിക്കലുകൾക്കോ പരിവാരശിലകൾക്കോ വല്ല വിധത്തിലും മാലിന്യം വരുന്നെങ്കിൽ അത് സൂക്ഷിക്കണം. ഈ 4-ാം ഭാവത്തിന്റെ ചിന്തയിൽ 4-ാം ഭാവാന ശുക്രന് ഗുളിക സംസർഗം വരുന്നതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ വല്ല വിഷയങ്ങൾ പരിവാരശിലകൾക്കൊന്നും ഒന്നുമില്ല കേട്ടോ. അത് ഈ കൊടുത്ത് ശുദ്ധിക്കുറവുണ്ട്. പരിവാരശിലകൾ ഒരിക്കലും കാര്യങ്ങളും ഉപാനികേതനാനാന്ന് പറഞ്ഞ് ഇതെല്ലാം ചിന്തിക്കണം. അല്ലെ? പ്രാസാദ മണ്ഡപ മുഖോപനികേതനാനാം തപനജെ ചമുക്കയാതെ ഇല്ല. അത് ആത്മസം കയറി അതിൽ മാലിന്യം നല്ലോണം ഉണ്ടാ അച്ഛനുണ്ടാ ശ്രദ്ധിച്ചില്ല, നോക്കിയില്ല. അത് ഇങ്ങനെയാക്കണം. പിന്നെ ഒന്ന്, ഇതിനുള്ളില് ചൊവ്വ 4 ദാഹം വിവസ്വത. ഇപ്പോൾ ചൊവ്വയോ സൂര്യനോ ഉണ്ടെങ്കിൽ അഗ്നി കൊണ്ടുള്ള നമ്മൾ പിന്നെ ഈ തടപ്പള്ളിയിൽ നിന്ന് പുക പോവാത്ത അവസ്ഥയോ
തിടപ്പള്ളിയിൽ വല്ല മാലിന്യം കെട്ടിക്കിടക്കുന്ന അത് വേഗം നിൽക്കും. പുക പോവില്ലേ? പോവില്ലേ? അതിലൊന്നും വേറെ ഈ മാറാലിയൊന്നും കെട്ടിയിട്ട് തിടപ്പള്ളിക്ക് മേലെ മാലിന്യമൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ അത് നമുക്ക് മെനക്കെടാലോ. അതിനൊന്നും വേറെ ഒന്നും വേണ്ടല്ലോ. അത് ഉണ്ടെങ്കിൽ വേഗം കെട്ടാ നിക്കരുത്. കെട്ടല്ല, മാറാല് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവരുന്നല്ല പറയാ, ഉണ്ടാവരുന്നല്ല, ഉണ്ടാവാൻ പാടില്ല അല്ലേ? അത് ഉണ്ടാവരുത്. അങ്ങനെയാ നേരെയാക്കാനായിട്ട് ആള് എപ്പോഴും വേണമെന്നല്ലേ ഈ സംശയം. അങ്ങനെയാ, ഉണ്ടാവരുത്, മാറാല് ഉണ്ടാവരുത്. അങ്ങനെ അങ്ങനെ പറയുന്നത്. അങ്ങനത്തെ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. നമ്മള് വീട്ടിലാ നമ്മള് വേഗം കണ്ടാ വേഗം എന്ത് ചെയ്യും? വേഗം തടിച്ചറിയില്ലേ? ലക്ഷ്മിത്വം ഉണ്ടാവില്ലാണോ? ലക്ഷ്മിത്വത്തിന് ആശ അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ തെളി കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടുത്ത് ഐശ്വര്യം നിൽക്കൂലെന്ന് മാറാലുണ്ട്. പിന്നെ വല്ല ഈ പുക പിടിച്ച കരി പിടിച്ച വല്ല വസ്തുക്കളും ഉള്ളു. നമ്മള് ഈ എന്നതിന് പറയാ ഇല്ലത്തെ കരി സാധനങ്ങളൊക്കെ അതിന്റെ ഒന്ന് നോക്കിയാ അതുണ്ടെങ്കിൽ അത് നല്ലോണം വേഗം അത് പിന്നെ നമുക്ക് അല്ലേ വേറൊന്നും ചെയ്യാം, അതൊന്നും ചെയ്യാൻ പറ്റുന്നതല്ലേ. ഒറ്റ ദിവസം ഒന്ന് മെനക്കെട്ട അതിന് വേണ്ടപ്പെട്ട ഒന്ന് രണ്ടാൾ സുഖമായിട്ട് പരിശോധിച്ചു താന്ത്രിക ചെയ്യേണ്ട കാര്യം നല്ലല്ലോ. ഒന്നും വേണ്ട, അതൊന്നും വേഗം തീർക്കേണ്ടത് അല്ലേ? വേണ്ട എന്നും കാത്തു നിൽക്കണ്ട, വേഗം ധന്യതയാണ്. നല്ല ചൊവ്വേനെ സംബന്ധിച്ച് അതൊക്കെ നമുക്ക് പറയണം. പുള്ളിക്ക് അകവാചം ശരിയായതുകൊണ്ടും ചൊവ്വയായതുകൊണ്ടും രണ്ടാൾക്കാർക്ക് ദോഷമുണ്ട്. സാധ്യം സഹിതേ ദൃഷ്ടമാണ്. ഇത്തിരി നമുക്ക് ഈ ദേവത മാറ്റി. പിന്നെ നമുക്ക് ചൊവ്വ ഭോജരാശിയിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ സംബന്ധിച്ചൊരു പരിഭവം. ആ 5-ലെ ചൊവ്വ ദ്വന്ദ്വരാശിയിൽ ബുധനവാംശം വന്നു 2 വിധം സുബ്രഹ്മണ്യന്റെ ഭോഗം വിരിച്ചിട്ട് നമ്മൾ എല്ലാം പറഞ്ഞു പോയതുള്ളൂ. ഇതിനൊന്നും വിരിച്ചിട്ടല്ലോ. ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെ പറഞ്ഞു. അതിനെല്ലാം ഒരു സൂത്രം കൊണ്ട് അതിന് വിധിക്കേണ്ട നിയമങ്ങളാണ്. അപ്പോ ഗന്ധകാംശത്തിൽ ബുധവീക്ഷണം 2 സുബ്രഹ്മണ്യ ബന്ധമുണ്ട്. ആ 2 സുബ്രഹ്മണ്യ ബന്ധവും ഒന്ന് മിഥുനൻ രാശി കൊണ്ടും ഒന്ന് ഈ ആശ്രിതമായ ചുവ നിൽക്കുന്ന ഇടവരാശി കൊണ്ടാണ് നമ്മൾ നിർണയിച്ചു വെച്ചത്. അപ്പോ യുഗ്മരാശി ലഭിച്ച കാര്യഗ്രഹമായിട്ട് 4 നിൽക്കുന്നതുകൊണ്ടാണ് സുബ്രഹ്മണ്യ ചിന്ത ഗ്രാമദേവതാകത്തിൽ വന്നത്. ഇത് രണ്ടും ഇവിടെ ആരാധിക്കേണ്ടതല്ല, ദുരിതം പേർ കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ട്? ഒരാള് ഈ മണ്ണിന്റെ ഉടമയാണ്. ഞാൻ എവിടെയും പോകില്ല. 4-ാം ഭാവത്തിന് കുടികൊണ്ടാ പിന്നെ ഞാനെവിടെയാ പോണ്ടത്? എൻ്റെതായിരുന്നു, എന്നെ ഒഴിവാക്കി നിങ്ങളിവിടെ എടുത്തതാ, നിങ്ങളാ പോണ്ട വരുന്ന പറയുന്നത്. അർത്ഥം മനസ്സിലായില്ലേ? ഇത് പഴയ ആളതായിരുന്നു. അതേ പൗരാണികത്തിനുണ്ടോ? ഒന്നാവട്ടെ ഈ ബുധക്ഷേത്രത്തിൽ നവാംശകം ചെയ്തുകൊണ്ട് ഒരു പിന്നെ ഇല്ലത്ത് വെച്ചിട്ടോ ഉത്തമന്മാരെ വീട്ടിൽ വെച്ചിട്ടോ ആരാധിച്ചതാ ഒന്ന്. ഇല്ല അങ്ങനല്ലേ പറഞ്ഞത്? അനിഷ്ടസ്ഥനായി നിൽക്കുന്ന ബാധകാധിപൻ എവിടെയെങ്കിലും ബുധക്ഷേത്രത്തിൽ അംശയിച്ചാൽ അത് ഉത്തമ ഗ്രഹത്തിൽ വെച്ചിട്ട് സൗമ്യക്ഷാംശകയോസ്ഥിതോ ഇത് ഭവേത് ബാധാദിവസ്വാലേ സംസ്ഥാപ്യന്വഹം അച്യുത് ഉത്തമജനീ ബാധാകരീ ദേവത. അനിഷ്ടവതാവായിരിക്കുന്ന ഗ്രഹം എവിടെയെങ്കിലും ബുധക്ഷേത്രത്തിൽ അംശയിക്കുകയോ ബുധനോട് ചേർത്തോ നിൽക്കുന്നെങ്കിൽ അത് ഉത്തമനായിരിക്കുന്ന ബ്രാഹ്മണൻ ഒരു കാലത്ത് അവരില്ലത്ത് വെച്ച് പൂജിച്ചിട്ട് അവസാനം അത് ഇവിടെ എത്തിച്ച് ഇവിടുന്ന് എത്തിച്ചതാണ്. അങ്ങനെയൊക്കെ കൊണ്ടുവരുമോ ജ്യോതിഷരെ? ഇവിടെ ഇപ്പൊ സുബ്രഹ്മണ്യ പൂജയില് പടിഞ്ഞാറക്കാൻ 2 മഹാക്ഷ ഇല്ലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ വരാൻ പാടുണ്ടോ? ഈ ഭൂമിയിൽ ഉടമയാണ്. എന്താ ഇങ്ങനെ ഗോചരം നമുക്ക് എന്തേ ഗോചരമുണ്ട്. പൂജയിലെ ഇല്ലങ്ങള് പടിഞ്ഞാറക്കാൻ അതിഭയങ്കരമായി കഴിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനല്ല, അങ്ങനെ ഊരാളന്മാരുടെ ക്ഷേത്രങ്ങൾ ഇതെല്ലാം ബന്ധപ്പെടുന്നു. ഇപ്പോ ആ ഊരാളൻ ഒരു കാലത്ത് ഇവിടുത്തെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്ന കാലഘട്ടത്തിൽ അവിടുന്ന് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഭഗവാൻ ഇവിടെ സങ്കല്പിച്ചിടുന്ന് പത്മോട്ട് പോയിച്ച് ഉദ്ദേശിക്കാണ്ടും കുറച്ചു കാലം മുല്ല പോയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരില്ലേ? നിങ്ങൾക്ക് ചെയ്തുകൂടാ. പക്ഷേ അവനവന്റെ നിലനിൽപ്പിനോ അവനവന്റെ ഉപാസനയായിട്ടോ ഇതിനെ കൊണ്ട് പോയിച്ചിട്ടുണ്ടെങ്കിലോ
അങ്ങനെയാണെങ്കിൽ തേവാരബന്ധം വരാൻ പാടുണ്ടോ? പാടില്ല. ഞാൻ ഇന്നലെ വന്നില്ലേ? ഇവിടെ ഇവിടെ വന്നില്ലേ? ഗണപതി ഭഗവാൻ വരുന്ന തേവാരം വന്നില്ലേ? അല്ലേ? അങ്ങനെ വരാൻ പാടുണ്ടോ? ബുധൻ എന്ന് വെച്ച സാധനം എല്ലാ ദിക്കിലും അല്ലേ? വരുന്നത്. ഇപ്പോ നമുക്കെന്താ ഒരു സമാധാനം എന്നറിയാം. ഈ ഇരിക്കുന്ന ശാസ്ത്രക്ക് ഒരു ശാസ്ത്രത്തോട് അല്ലേ ഒരു ഉൾക്കൊള്ളുന്ന ശാസ്ത്രമാണ് നമുക്ക് സുഖമായിട്ട് പറയാം. ഇപ്പൊ ഈ ഇരിക്കുന്ന മൂന്നാളും ഗൃഹസ്ഥ അറിയുന്നവരാ, ഓറും ഗൃഹസ്ഥരാണ്, നിങ്ങൾ ഓർക്കും ഗൃഹസ്ഥരാണ്. എല്ലാവരും നമുക്ക് ചോദിക്കതാ എന്താ ഇങ്ങനെ വെച്ചാൽ ഇത് കണ്ട ഇങ്ങനെയാന്ന് ഇതിനപ്പുറം ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ അല്ലാന്ന് ഇത് നോക്കിയിട്ട് പറയാനാവില്ല അതുകൊണ്ടല്ല ഉദ്ദേശിച്ചത്. അല്ലേ? ആ ഗ്രഹത്തില് പുരുഷന്മാർ അവസാനം ഇല്ലാണ്ടായി അങ്ങനെ കൊണ്ടുവെക്കാൻ അങ്ങനെ വരും. അല്ലേ? കന്നിക്ക് അതല്ല, പരമാവധി സാളഗ്രാമശിരാം ബുധേന, ആ സാളഗ്രാമശിൻ നിൽക്കേണ്ട ഗ്രഹമായ ബുധനും ഈ ചൊവ്വയും 5 അംശിച്ചു. സ്ത്രീകൾ മാത്രമായി അവസാനം ഒന്നും പറയാതെ അല്ലേ? തിരുവേണ്ടി സാഹചര്യം കൊണ്ട് വരാം. അങ്ങനെയൊക്കെ ഇല്ലകൾ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് അതെന്തായിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അതിന്റെ ഇനി പൂജിക്കാൻ ആളില്ല. ആ സോപാനം ഇതിലേക്കൊക്കെ എത്തിപ്പെടുമ്പോ എന്തെങ്കിലും ഒന്നിന്റെ ഒരു ഈശ്വരനടുത്ത് പോവുകയില്ല സുബ്രഹ്മണ്യ സ്വാമി ഞങ്ങൾ പറയുന്നത്. മറ്റുള്ളവർ പോകുന്ന ഒന്നും വേണ്ട. വാർഷികമായിട്ട് പലപ്പോട്ട് പോയിച്ചോളാം, ഉദ്ദേശിച്ചോളാം, പ്രീതിപ്പെടുത്തിക്കോളാം. വേറെ ഒന്നും വേറെ സ്ഥാനമാനമൊന്നും കൊടുത്തിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. പക്ഷെ ദുരിതം വേറെ സർപ്പവലി കഴിക്കാറുണ്ട് കൊല്ലത്തിൽ. അത് ഒന്നും വേറെ സുബ്രഹ്മണ്യൻ ഏതാന്ന് പിന്നെ അങ്ങനെ 2 സുബ്രഹ്മണ്യ ബന്ധത്തിൽ ഒന്ന് നമ്മളിങ്ങനെ പരിഭ്രമിച്ച ആളാ. കന്നീരോ നവാംശം മിഥുനത്തിലോ അവസാനം നമ്മളെ ദൈവന്മാരെ പോലും പരിശോധിച്ച അതൊന്ന് 10ാം ഭാവാധികനായിട്ട് നിൽക്കുന്നതാ. ആര്? ശാന്തികർത്താവിന്റെ. ഇതെല്ലാം ഈ അവനവൻ്റെത് പോലെ കൊണ്ടുവന്ന് പൂഴിച്ചു പോയതാ ഈ സാധനങ്ങളൊക്കെ. ഒന്ന് 10ാം ഭാവതിയല്ലേ, വേറെ ആരായിരുന്നു? അതായത് ദേവലക അഭി, ദേവലകച്ച ദേവൻ ലാളിച്ചാള്. കാലഘട്ടത്തിൽ അതൊന്നും സാഹചര്യം കാണുന്നില്ല. പൂജാരന്മാരും ലവലേശം വിടൂല. അങ്ങനെയാണല്ലേ? 24 hours ചെട്ടയും കൂടിയ ഒരു സാധനം ഇത് കണ്ടു കഴിഞ്ഞാൽ കാലഘട്ടം ഒരു പറയും പോലെ എന്താന്ന് പറയാനാവില്ല. ഏതായാലാതിരിക്കട്ടെ. അപ്പൊ നമുക്കെന്താണ് ഈ രണ്ടിനെയും നമുക്ക് ബിംബം കൊണ്ട് ആരാധിക്കണ്ട, പ്രതിഷ്ഠിക്കണ്ട, പൂജിക്കണ്ട, ഒന്നും വേണ്ട. പക്ഷെ എന്താ, ഇതിന്റെ ഉടമ ഞാനാണ്, ഈ മണ്ണിൽ ഞാൻ പോലാന്ന് ഒരാൾ പറയുന്നു. അപ്പൊ എന്ത് വേണം? വർഷത്തിൽ 1 പ്രാവശ്യം ഉത്സവത്തിനോ വിശേഷകാലത്തിനോ മുന്നോടിയായിട്ട് ഒരു പൽപ്പുകൊണ്ട് പൂജ കഴിച്ചിട്ട് ഒരു കോലം ശമിപ്പിച്ച് നേരെയാക്കാൻ പറ്റുമോ നിൽക്കുക. അത്രേ കൊണ്ടുപോയി. അതിലപ്പുറം ഒന്നും ചിന്തിച്ചൂടാ. കാരണം ഇതിന് വിരുദ്ധമായി പോലെ അത് ഇന്നത്തെ ഒന്ന് ആയില്ലേ, ഒരു കൽപ്പന നിശ്ചയിച്ചല്ലേ. ഇവിടെ വേറെ ഒന്നും നമുക്ക് ഒരു സുബ്രഹ്മണ്യ സ്ഥാനം കൊടുക്കേണ്ടതായ നിയമത്തിലൊക്കെ ഒന്നും കൊണ്ടുപോയി കൊടുത്തൂടാ. അല്ല, രാശിയിലുമില്ല, രാശിയിലുമില്ല. യജ്ഞാദവും പ്രതിബിംബദാന പറഞ്ഞു. ഇത് ഒരു അരിഷ്ടസ്ഥനാഗ്രഹം ഏത് രാശി എന്നാ നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു പറഞ്ഞു അല്ലേ? യജ്ഞാദവും ഇത് ഈ ഗ്രഹം ലഗ്നത്തിലാ നിങ്ങൾ പൂജിക്ക് തന്നെ വേണം. അത് വേണ്ട, ലഗ്നത്തിലാ ബിംബം കൊടുക്കണ്ട. പ്രതിബിംബ ദാന ജപ പൂജ ധാമ 4 ലാങ്കിൽ ക്ഷേത്രത്തിന് കൊടുക്കണം. പിന്നെയോ തർപ്പണൈഹി, അത്രേ വേണ്ടു. തർപ്പണം ചെയ്തോളാം. നമ്മളത് തങ്ങോട്ട് പോയിച്ചിട്ട് തലമുറകളെ ഒപ്പിക്കും ഒരു പരിധി വരെ. പിന്നെയോ അങ്ങനെ ചിന്തിക്കണ്ട. നമ്മളെ തലമുറ നാളെ ഉണ്ടാവണം. നമ്മൾ അതേ ഗുണമുള്ള തലമുറ നാളെ ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ. ഇതൊരു ബാധ്യതയല്ലേ, ഇതൊരു ബാധ്യത. അങ്ങനെ ആവരുത്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളില്ലേ? പാദേശേതനുകേ തനുപ്രതിഭയാ വിത്തംഗതേ വിത്തതു വിക്രമകേ ഗൃഹേണ ഗൃഹകേ മന്ത്രേണ പുത്രസ്ഥിതേ. ഒന്ന് കർമാധിപനായിരിക്കുന്ന ദേവലകനെ കൊണ്ടുപോകുന്ന സുബ്രഹ്മണ്യ, ഒന്ന് ഉടമസ്ഥൻ. 2 പേർക്കാണ്. 2 സുബ്രഹ്മണ്യം ചെയ്താന്ന് വെച്ചാൽ ഒന്ന് ദേവലകനായിരിക്കുന്ന പൂജകനെ കൊണ്ടുവന്ന ആൾ, ഒന്ന് ഇതിന്റെ മറ്റൊന്നും ചിന്തിക്കണ്ട. 4 നിൽക്കുന്ന ആളാണ്. അതുപോലെ ശാസ്താവിന് വേണം നോക്കാം കേട്ടോ.
അങ്ങനെ വരാം. അല്ല അതില് ഭഗവതിയുടെ ഒരു കോപത്തെ നമ്മൾ കണ്ടു. അത് ചിന്തിക്കണേ. അത് ഈ ഭഗവതി കഴിഞ്ഞിട്ട് ശാസ്താവിനെ കൊണ്ടുപോയി. ശാസ്താവ് അവസാനം കിട്ടും. ശുക്രാണ് ബാധകാധിപനായിട്ട്. എന്നാൽ ഇതുപോലെ തീർത്ത് പോലെ പിന്നെ നമുക്ക് അവസരത്തിൽ കിട്ടൂലേ സൂത്രം. സൂത്രം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചിന്ത കുംഭന്നാശിയുടെ ഇങ്ങനെ തിരിച്ചു വന്നൂടാ. കുംഭന്നാശി പിന്നെ കുംഭന്നാശിയുടെ വിശേഷ ന്യായം വന്നൂടാ. പിന്നെ കുംഭന്നാശിയുടെ വിശേഷ ബാധകാധിപത്യം വഹിച്ചിരിക്കുന്ന ചന്ദ്രന്റെ അഷ്ടമസ്ഥിതി കേതുവോടുകൂടി നിൽക്കുന്നത് കൊണ്ടും നമ്മളെ പറഞ്ഞു വെച്ചതാണ്. മിനിയാന്നേ പറഞ്ഞതാണ്. ശാന്തികർത്താവായിട്ട് ദേവിയുടെ ഭാഗം എന്താണ്? ദേവിയുടെ ദോഷം നമുക്കത് ഓരോന്നോരോന്നോരും ഗണിതത്തിലൂടെ കണ്ട് നിർണയിച്ചിട്ട് അങ്ങനെ ഭാവം നിർണയിച്ച് സൂത്രത്തിൽ രീതിക്ക് നമുക്ക് അതിനനുസരിച്ച് വരാം. അങ്ങനെയാണെങ്കിൽ ഇനി ആ ചൊവ്വയുടെ സൂത്രം അക്രം വരാം. ശരി, ഇനി എന്ത് വേണം? നിങ്ങൾ രണ്ട് ഭഗവതിമാരെ വിഷയം അതിലൊന്ന് നമ്മൾ പറഞ്ഞു ചിന്തിച്ചു വെച്ചു. ഇനി ഒരു ഉപദ്രവത്തിൽ നിൽക്കുന്ന ഒരു ചൊവ്വയുണ്ട് ഇവിടെ. അത് യുഗ്മരാശി നിന്നിട്ട് നമുക്ക് കാണിച്ചതാണ് ഭഗവതി കൽപ്പന. ആ ഭഗവതി കൽപ്പനയാണ് ഇടവത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ്. ആ ചുവക്ക് അല്പം പിന്നെ ഗൗരവമുണ്ടെന്നും അതൊരു കാലത്ത് കെട്ടിയാട്ടം മുതലായ നടത്തുകയാണെന്നും ഇത് നിങ്ങളുടെ പൂർവികമായ ദേശവുമായിട്ട് ബന്ധപ്പെട്ട അധികാരപ്പെട്ട ഒരു ഭഗവതി ബന്ധമാണ് നമ്മൾ കണ്ടുവച്ചു. അതിന് നാമകരണം നമ്മൾ ചെയ്തപ്പോൾ കൊണ്ടു പിന്നെ ആ ഒരു എന്താ പറയുന്ന ദേശത്തിന്റെ പേര് പറഞ്ഞു അറത്ത് ഭഗവതിയാണ്. അതൊന്ന് ചിന്തിച്ചു വെച്ചു. ആറാം ബാധകാധിപനായിട്ട് കുംഭന്നാശിയുടെ വിശേഷ ബാധകാധിപനായിരിക്കുന്ന ഗ്രഹം എട്ടിൽ പോയി നിൽക്കുകയും അതിന്റെ ഉച്ചാംശകത്തില് 4-ാം ഭാവത്തിൽ ഈ ദേശത്തിന്റെ ആധിപത്യമായിരിക്കുന്ന ചന്ദ്രനായതുകൊണ്ട് പരിപൂർണ ധനുശ്ചന്ദ്ര എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ സ്വരൂപം ഉണ്ടാകുന്നതും ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന ദേവതയുടെ വല്ല ഉപാധികളോ ബന്ധങ്ങളോ ഉപാധിയല്ല ബാധയായിട്ടുണ്ടാവുള്ളൂ. അത് അഷ്ടമത്തിലെ ചന്ദ്രനായിക്കോലോ. എന്താ സാധനമായിട്ട് അഷ്ടമത്തിലെ ചന്ദ്രനാണ് നമ്മൾ ആദ്യം ചിന്തിച്ച വിഷയം. ആ പിന്നെ ദുർഗാശീതകരോ ബലി സവിബല കാളി അതാ കാളി എന്ന വിധാനത്തിലേക്ക് എത്തിയത്. ബലം പൂർണ്ണമല്ലാത്തതുകൊണ്ട് ബലഹീനയായതുകൊണ്ട് അല്പം ദുർഗ എന്ന വിധാനം വിട്ട് കാളി എന്ന വിധാനത്തിലേക്ക് കൽപ്പിക്കേണ്ടതായിരിക്കുന്ന ആ ഗ്രഹം ഉച്ചാംശകസ്ഥനായിട്ട് 4 നിൽക്കുന്നത് കൊണ്ട് ഈ ഗ്രാമത്തിന്റെ അധീശത്വം ആ ഭഗവതി ഉണ്ട് എന്ന് പറയുന്നത്. 4-ാം പാഠ ക്ഷേത്രപ്രദേശം അഖിലം ചതുർത്ഥേന വിചിന്തയേ. അത് ഇടവത്തിന്റെ എവിടെയാ നമ്മളതിന്റെ നവാംശം കണ്ടെത്തി ഇടവത്തിൽ എവിടെയാ നിൽക്കുന്നു? ഇടവരാശിയുടെ മധ്യത്തിലേക്കാണ് അത് ഒരു വയൽ പ്രദേശം. ക്ഷേത്രം, ധാന്യം, ഗൃഹം, ധേനു, കലാജ്ഞൻ അതല്ലേ നമ്മളിങ്ങനെ കണ്ടെത്തുന്നത്. അപ്പോൾ ഒരു അങ്ങനെ ഒരു ഈ ദേശത്തിന്റെ ഭൂമിയിൽ അധികാരപ്പെട്ട ഒരാളാണ് ഭഗവതി. കാർഷികമായിട്ടും ഒക്കെ അധികാരപ്പെട്ട അതിന് ഇടവരാശി ഉച്ചാംശം എന്നുള്ള 3 സങ്കേത സ്ഥാനങ്ങളുണ്ട്. ഈ നാട്ടിൽ തന്നെ ഇതിന് പ്രധാനപ്പെട്ട 3 സങ്കേതങ്ങളും ഭഗവതിയാണ്. അത് ശരിനവാംശകത്തിലും കേത്വാംശകത്തിലും ഏകനവാംശകം വന്നുകൊണ്ട് ഈ ഉത്തമ മധ്യമ സമ്പ്രദായങ്ങളെ ആരാധിക്കുന്നു. ഉഭയേതമ മധ്യപൂജിത
വരാഹുവിന് അങ്ങനെ ചുരുക്കി പറഞ്ഞതിനുള്ളിൽ ദേക്കാണൈഹി പിന്നെ ദേക്കാണൈഹി ഉഭയേ അധമ മധ്യപൂജിത ദേക്കാണൈഹി. നിങ്ങൾ പാവനവാംശത്തിലോ ഭാവയോഗത്തിലോ നവാംശമൊന്നും കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയും? ഇതിനെ ഉഭയസമ്പ്രദായത്തിലും മധ്യമ സമ്പ്രദായത്തിൽ ഉത്തമം പൂജിക്കുന്ന വെച്ചാൽ ഒരു നാട്ടിൽ നിങ്ങൾ ബ്രാഹ്മൺ രീതിക്ക് പൂജിക്കുന്നുണ്ട്, ബ്രാഹ്മണേതൻ മയക്കുന്ന ആൾക്കാരൊക്കെ അതിന്റെ സമ്പ്രദായം കൊടുത്ത് പൂജിക്കുന്ന ദേശദേവതയും മനസ്സിലാവില്ലേ? ഈ നാട്ടിൽ തന്നെ 3 വിഭാഗത്തിൽ പൂജിക്കുന്നുണ്ട് അല്ലേ? ആ സങ്കേതമുള്ള പൗർണ്ണമി എന്നാ നാട്ടിൽ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ചോളാം. ക്ഷേത്രം, ധാന്യം, ഗൃഹം ഇതെല്ലാം എന്റേതാണ്. ഈ മണ്ണെൻ്റെതാണ്, ഈ വയലെൻ്റെതാണ്, ഇതിന്റെ കൃഷി എന്റേതാണ്, ഇതിനോടമ മൊത്തം ഞാനാണ്. അത് പക്ഷെ എന്താ ഉഭയേതമ മധ്യപൂജ ശരിബന്ധവും കേത്വംശവും വന്നാൽ ഇതിന് ബ്രാഹ്മൺ ഉത്തമ സമ്പ്രദായത്തിൽ പൂജിക്കുന്നുണ്ട്, മറ്റേവര് പിന്നെ മറ്റേ ചെയ്യുന്നുണ്ട്, ഇയാളതും ചെയ്യും. അങ്ങനെ ഈ കന്നിരാശിയിലായതുകൊണ്ട് കന്നിരാശിയിലായതുകൊണ്ട് സ്മരിച്ചാ മതിയോ? കന്നിരാശിയിലായതുകൊണ്ട് നമ്മൾ ചേർത്താത്ത് പറഞ്ഞില്ലപ്പാ, ഒരു സ്ഥലത്ത് ഒരാളെ തന്നെയല്ലേ പൂജിക്കുന്നത്. പിന്നെ വിപ്രാഹ ോണിഭുജോ വിശഹ തദിതരേഹി പറഞ്ഞില്ലേ? ഇത് ഇയാൾ കൊടുക്കും, എന്താ കൊടുക്കുന്നു, മറ്റാൾ എന്താ കൊടുക്കുന്നു, പക്ഷെ എല്ലാം വാങ്ങുന്ന ആരാന്ന് തിരുവനിക്ക് ഒരാൾ പറ്റല്ല. മറ്റാൾ ഇത് കൊടുത്താലും മതി, നിങ്ങൾ ഇത് കൊടുത്താലും മതി, തികയ്ക്കണം. ആ ഒറ്റ പേര്. ഇനി അത് എന്താ അത് കന്യാശിയാവുന്ന എന്താവുന്നല്ല സ്മരണ പോലെയാണ്. അപ്പൊ ആ ചന്ദ്രൻ കന്യരാശിയിൽ നിന്ന് ഉദയലഗ്നത്തിൽ 2 അംശയിച്ചു. രണ്ടാദ്യം ദിവസത്തെ ബലിവൃദേവായ ഹോമാധികം ഭാഗ്യ ആയ കർമ്മസ്ഥിതേ. ഭാഗ്യം, ആയം, കർമ്മം 9, 10 ഈ ഭാവങ്ങൾ അംശയിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? മന്ത്ര ദ്രവ്യ വിശുദ്ധി നൃത്തകാപ്രീതിപ്രദാ ദേവത. അതിന് കളിയാട്ടം നടക്കുന്ന സംഭവം അവർ ചെയ്തോട്ടെ, നമ്മൾ അതിനെ സ്മരിച്ചിട്ട് ഇവിടെ നിന്നെങ്കിൽ നമ്മളാൽ കഴിയുന്ന ഇതാണ്. അതുപോലെ ഈ തിരുമുറ്റത്തൊന്നും അതിന് സ്ഥാനമൊന്നും കൊടുക്കണ്ട. അത് കഴിയെങ്കിൽ എന്ത് വേണം? അതിന് കെട്ടിയാട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തതിന് ഒഴിവാക്കി വെക്കുക. ഇവിടുന്ന് നമ്മുടെ സമ്പ്രദായത്തിൽ നേരത്തെ ആ സുബ്രഹ്മണ്യൻ പറഞ്ഞ പോലെ ഒരു ഒറ്റ പ്രാവശ്യം അതിൻ്റെ ദുരിതം വേർപെടുത്തിയിട്ട് ആചാര്യ മുഖേന ആ വിധാനം കണക്കാക്കി പോയിട്ട് ഉദ്ദേശിക്കുക കേട്ടോ. അതിൻ്റെ ദുരിത വേർപാട് വരുത്തിയിട്ട് അങ്ങനെ ബാധ്യത ഇട്ടുണ്ടെങ്കിൽ ആ ബാധ്യത തീരണേന്ന് ഒറ്റ പ്രാവശ്യം അതൊരു സമ്പ്രദായത്തിന് മാറ്റിയെടുക്കണ്ട. സമ്പ്രദായം പതിവില്ലല്ലോ ഇവിടെ അല്ലേ? അത്രേ ഉള്ളേ. ദുരിത വേർപാടാക്കിയിട്ട് ഒറ്റ പ്രാവശ്യം കളിയാട്ട സമയത്ത് അവിടെ അത് ഈ ദേശത്ത് എവിടെയാണോ ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് അടങ്ങും. അങ്ങനെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. എന്താ അതൊരു ബാധ്യത ഇല്ലാത്ത ഇതാണ്. ഇവിടുത്തെ ദുരിതം തീരുകയും ചെയ്യും. അതൊരാണ് കുറച്ച് എണ്ണ കൊണ്ട് കൊടുത്തപ്പോഴാണ് അങ്ങനെ സ്മരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ഒന്നുണ്ട്, ഇങ്ങനെ ഒരാളാണ്, ഈ മണ്ണിന്റെ മുഴുവൻ ഉടമയാണ്. അതേതാ ഒറ്റ പ്രാവശ്യം ഇട്ട ദുരിത വേർപാട് അത് ആചാര്യ മുഖേന ആ പരിഹാര സമയത്ത് മറ്റൊന്നും ചെയ്യണ്ട. കന്നിരാശി കൊണ്ട് അങ്ങനെ വിധിച്ചത്. സ്ഥിരരാശിയിലൊന്നുമില്ല. സ്ഥിരരാശി അങ്ങനെ ഇവിടെ വെച്ചൊന്നും ചെയ്യല്ലോ. ഈ കേത്വംശവും കൊണ്ട് ആ ദുരിത വേർപാട് വരുത്താൻ പറഞ്ഞേ. ഞാൻ അത് പറയാൻ കാരണമല്ലോ, ഈ ആരോടത്തിന്റെ ഒരു ആഭിചാരമുണ്ട് ഈ മണ്ണിൽ, ഈ സ്ഥലത്ത്, ഈ ക്ഷേത്രത്തിന് ഇതിന്റെ ഒക്കെ ഒരു ആഭിചാരം പറയും, ഒരു മാരണമുണ്ട് ഈ മണ്ണിന്. ഞങ്ങൾക്കത് പറയാൻ പോയിക്കൂടെ? എന്താ തിരുവേലി കാരണമല്ലോ, ഈ ഉദയരാശിക്കോ ആരൂഢരാശിക്കോ ലഗ്നത്തിന്റെ കേന്ദ്രത്രികോണത്തിൽ ഗുളികൾക്ക് ശനിബന്ധം വന്നാൽ ആഭിചാരം പറയുന്നത് നമുക്കെല്ലാം ഒരു മാരണം പോലെ നമ്മള് സാധാരണ മാനുഷിക മാരണം ഒന്നല്ല. ഇതിന്റെ ചോറ ഇവിടെ വായിക്കുന്നത് സോമേശ്വരി പോകുന്നതിനെക്കാട്ടി മുമ്പില് പോവാൻ ഈ മാരണം ഈ ആഭിചാരം അവിടെ കേതുവല്ലേ? കേതുവാണല്ലേ? സോമേശ്വരി കേതുണ്ടാവുമല്ലോ. ഗുളികാഷ്ടമനാഥന്മാർ നോക്കിയിൽ ഉദയാരൂഢചന്ദ്രാണാം ഗുളികേ കേന്ദ്രസംസ്ഥിതേ മന്ദയുക്തേ അഥവാ ഒന്നല്ലേ ഉദയരാശി ആ ചിങ്ങൻ രാശി ഗുളിക നിന്നിട്ട്
മന്ദയുക്തേ അഥവാ ദുഷ്ടേ. ഇപ്പൊ ലഗ്നത്തെ അതിലൊരാൾ ചോദിച്ചെന്നേ ഉദയാരൂഢത്തിലെ കേന്ദ്ര സംസ്ഥിതേ സ്തംഭനല്ലേ സ്തംഭനം ഈ സോമേശ്വരി ഇത് മാറണം. അല്ല ഈ സോമേശ്വരി ഇല്ലതിക്ക് സോമേശ്വരി ഒരാളെ അപ്പൊ പറഞ്ഞു അതിനൊരു ഉണ്ടാവുമല്ലോ, ഉണ്ടാവുന്നുണ്ടോ പാർശ്വദേവതകൾ ഉണ്ടാവുമല്ലോ. ശരീരത്തെ ഉണ്ടാവും. ഇയാളെടുത്ത് മറ്റാളുണ്ടാവില്ലേ, സോമേശ്വരിന്റെ കൂടെ ഒരാളുണ്ടല്ലോ, ഒരു ചാമുണ്ടാ ദേവത ഉണ്ടാവില്ലേ, അവര് വരുമ്പോ ഇവരെല്ലാം അവരൊന്നിച്ച് വരും. അതാണ് ആദ്യം ഉള്ളി. അതിന് പാർശ്വദേവതകളല്ലേ നമ്മളങ്ങനെ പറയില്ലേ, ഔഖദേവതകൾപ്പെട്ടതല്ലേ ഇതൊക്കെ. ഒരു കൂട്ടം ഉണ്ടാവും, കന്യാമുണ്ണി ഉണ്ടാവും, അതൊക്കെ നമുക്കത് ഈ മണ്ണിനാണേ, നമുക്കായിട്ടല്ല. ഇതിന്റെ ഉത്തരവാദിത്വം എപ്പോഴും സോമേശ്വരിയുടെ പുറത്തേ ഉണ്ടാവുള്ളൂ. അന്നേരം ഇത് കാവൽക്കാരിയായിട്ടാണ്. അന്നേരം ഇതിനെ സംരക്ഷിക്കേണ്ട ആള്, ഈ പുറത്തൊക്കെ നടക്കേണ്ട ആള് ഇയാളാണ്. ഒരു അഗ്നി പദവി ഇയാൾക്കും മറ്റേയാൾക്ക് അതിന്റെ പരിചാരക പദവി ആയിക്കുക. അപ്പോ ആ പിന്നെ രാശിക്ക് പിന്നെ അത് ഒറ്റ സംശയം അങ്ങനെ കണ്ടതുകൊണ്ട് നമുക്ക് ചെയ്യാം. ഈ ആവിചാരകർത്താവ് പിന്നെ ശുഭനായതുകൊണ്ട് അത് അപ്പൊ ഒരാവിചാരം ഉണ്ടെന്ന് കണ്ടു, ശരി. ആ ആവിചാരം മനോവിചാരമാണോ കർമാവിചാരം തിരിച്ച് പരിഹാരം വേണ്ടേ? മനോവിചാര വക്തവ്യ ശുഭശ്ചിൽ ബാധകാദിവ അതൊരു മഹാവിചാരം. മഹാവിചാരോ വക്തവ്യ ശുഭശ്ചിൽ ബാധകാദിവ മഹാവിചാരം. അപ്പോ നമുക്ക് ഈ പരിഹാര സമയത്ത് തന്ത്രിമുഖേന ഒരു കാര്യം കൂടി ചെയ്യണം. ഈ മണ്ണിൽ ഒരു കാലത്ത് ഒരു ബ്രാഹ്മണന്റെ ശത്രുത കൊണ്ട് വന്നൊരു ആഭിചാരിയുടെ പറയുന്നുണ്ട്. 6ാം ഭാവത്തിൽ വ്യാഴനവാംശം ചെയ്തിട്ട് 6ാം ഭാവത്തിൽ ബാധകാതിനാ ശുക്രൻ നവാംശം ചെയ്ത പ്രശ്നമായതുകൊണ്ട് ആരാ ശത്രു എന്ന് വെച്ചാൽ എന്താണ്? കർക്കിത്രികോണങ്ങൾ തന്നെ അല്ലേ? കർക്കിത്രികോണം അങ്ങനെ നമുക്ക് ഭാഷ പറയാം. ബാധകാധിപനായിരിക്കുന്ന ഗ്രഹം ഇവിടെ ചിങ്ങൻ രാശിയിൽ അനുസരിച്ചാൽ ബാധകാധിപൻ ആരാണ്? ശുക്രനാണ്. ശുക്രൻ എന്ന് പറഞ്ഞ ആരാണ്? ബ്രാഹ്മണനാണ്. അപ്പൊ ഈ ഇതിൽ പരമ്പരയിൽ ഏതോ ഒരു കാലഘട്ടത്തില് ഈ നമ്മുടെ അഥവാ ഈ ദേശികരായിരിക്കുന്ന ബ്രാഹ്മണരിലൂടെ വന്ന സമയത്ത് ഇവർ ഇവിടെയും നിർത്തിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയിൽ ഈ മണ്ണിൽ നിന്ന് ഒരു ആഭിചാരം പറ്റിട്ടുണ്ട്. ഇവിടെ വന്നിട്ടും നിങ്ങളെ ഈ പൂർവികർക്ക് ഒരു സ്വൈരക്കേടുണ്ടായി ഇവിടുന്നും സ്വസ്ഥതക്കേടാക്കാൻ ശ്രമിച്ചു എന്നൊരു കണക്ക് ചെയ്യൂന്ന് അല്ലപ്പ. ഉപദേശബോധം അത് ആയിക്കോട്ടെ, ശ്രേഷ്ഠതയിൽ ഈ ബ്രാഹ്മണരല്ല നിങ്ങൾ പറയുന്നു. ഓരോ ഇല്ലത്തെ ശ്രേഷ്ഠത എല്ലാം സ്വാർത്ഥത്തിൽ എത്രത്തോളം ദ്രോഹം ചെയ്തിട്ടുണ്ടോ അത്രത്തോളം ദ്രോഹം ചെയ്തവരെ ഗണപതിട്ടാ അത് ചോദിക്കുന്നല്ല, അത് ഇതിൽ തെളിഞ്ഞോണ്ട് ചോദിക്കുന്ന വേറൊന്നല്ല. ഞാനും വ്യക്തി അല്ലേ നിങ്ങളത് ചോദിച്ചത് അങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പൊ ഈ എന്നൊക്കെ ചോദ്യാർത്ഥാക്കൾ ആരാണ്? 3 ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ചോദ്യാർത്ഥാക്കൾ. ഇവരോട് 3 ഞാൻ ചോദിക്കുന്നത്. 6ാം ബാധകാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ശത്രുസ്ഥാനത്ത് അംശയിച്ചിട്ട് വ്യാഴത്തോട് ബ്രാഹ്മണ രാശി വിപ്രരാശി വിപ്രഗ്രഹം എന്നാൽ ആരാ ശത്രു എന്ന് ചോദിച്ചാൽ നമുക്ക് ബ്രാഹ്മണനല്ലാന്ന് നമുക്ക് അതിന് പറയാൻ പറ്റുമോ? അത് ബാധകാധിപൻ 6 നിൽക്കുന്ന സമയത്താണ് എന്താ പറഞ്ഞത്, പിന്നെ ശത്രുബാധയുണ്ട് എന്ന് പറയുന്നത്. ചിങ്ങൻ രാശിയിൽ ഉപദേശ ഉപദേശ വിപ്രകോപം കൊണ്ടും ഉപേദനായിരിക്കുന്ന ഈശൻ അതിലെന്ത് വേണം നമുക്ക് ഈ ദേവനിലേക്ക് അത് ബാധിക്കുന്നുണ്ട്. നമുക്കല്ല ബാധിക്കുന്നത്, ഈശ്വരനിലേക്ക് പഴയ കാലത്തുള്ള ഒരു ആഭിചാര ദോഷമുണ്ട്. ബാധേശസ്യ ഹരിദേവ കിട്ടിയില്ലേ? ബാധേശസ്യ ഹരിഭേ ശത്രു ഉണ്ട് എന്ന് ഹരിഭരിച്ചു. ആഭിചാരം ഉണ്ടോ എന്നാണ് 2ാമത്തെ ചോദ്യം. ശത്രുസ്ഥാനത്ത് ഭാഗുന്ന ശത്രു ഉണ്ട്. അതെന്തിനാ ശത്രു എന്നാ പിന്നെ ചിന്തിക്കേണ്ടത്. എന്താ വേണ്ടത്? അല്ല അതിന് കാരണം കണ്ടാവും പരിഹരിക്കാലോ. ദോഷം പരിഹരിക്കാം. അമ്പു അർക്കഭവനേ താമ്രം ച മൂലം ഫലം. അർക്കഭവനേ താമ്രം ച മൂലം ഫലം. അർക്കഭവനത്തിലാണ് നിൽക്കുന്നെങ്കിൽ താമ്രം ച മൂലം ഫലം. ഇത് ഒരു ഭൂമിയെ സംബന്ധിച്ച് തർക്കം ഉണ്ടായിട്ടുണ്ട്, ലോഹവസ്തുക്കൾ തർക്കം ഉണ്ടായിട്ടുണ്ട്,
വിശേഷിച്ച് ഒരു അധികാരത്തിന് തർക്കം ഉണ്ടായിട്ടുണ്ട്. ഒരു അധികാര പദവിയെ സംബന്ധിച്ച് നിങ്ങൾ ഈ ദേശത്ത് വന്നപ്പോൾ ഈ ദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധികാരം ഇവിടെ എടുക്കാൻ പാടാത്തുള്ളത് ഒരു പൂർവികമായ ശത്രുത ഉണ്ട്. അത് ചരരാശി എന്ന പൗരാണികം പറയാനുള്ള നിയമേ. ഇത് എപ്പോഴാണ് ചരരാശി എന്ന ഗ്രഹത്തിന് പുരാതനത്തിന് ശത്രുതയാണ് പറയുന്നത്. ഇപ്പോൾ നല്ല ഇത് കേട്ടോ. നിങ്ങളെ പൂർവികര് ഈ മണ്ണിലേക്ക് വന്ന കാലെടുത്ത് വെച്ച കാലഘട്ടത്തിൽ ഒരു യുദ്ധം ഉണ്ടായിട്ട് ബ്രാഹ്മണന്മാർ തമ്മിൽ. അതാണ് നിങ്ങളിവിടെ എത്തപ്പെടാനുള്ള കാരണം. ഇവിടെ എത്തിയിട്ടും നിങ്ങളെ ശത്രുത തീർന്നിട്ടില്ല. അങ്ങനെ അഹം നജോഹം ക്ഷേത്രവാനാന്റെ വൈര്യം. അത് വ്യാഴം ശത്രുസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ അശത്രു എന്നാ പറഞ്ഞത്. അന്ന് നിങ്ങൾക്ക് രക്ഷയായിട്ടുള്ള ആരാ? ഈ ഭഗവാൻ തന്നെയാ. രണ്ടാം ഭാവത്തിൽ ഈ ബുധൻ നിൽക്കുന്നതുകൊണ്ട് ഈ ശത്രുവിനെ ഹരിച്ചതൊക്കെ ഈ ഭഗവാന്റെ അതുകൊണ്ടാണ് നമുക്ക് ഏശാണ്ട് പോയി. നിങ്ങൾ അന്ന് അതിനു വേണ്ടിയിട്ടാണ് ഈ കുലം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭഗവാനെ സ്വീകരിച്ചത്. നിങ്ങളെ കുലത്തെ രക്ഷിക്കാൻ വേണ്ടിയാ. കുലം നിലനിർത്തണം. നമുക്ക് വേറെ ഒന്നും രക്ഷയില്ല. അതാണ് ഭഗവാൻ നിങ്ങൾ അഭയം പ്രാപിച്ചെന്നുള്ള ചരിത്രം. കുലത്തെ രക്ഷിക്കാൻ വേണ്ടി അതായിരിക്കുമല്ലോ 7-ലെ ബുധൻ. തീർച്ചയായിട്ടും സ്മരനിപുണ സുഖവാംശ വിലഗ്നേ പ്രിയകലഹസ്തഗതേ സുരദിപ്സു. 7-ലെ ശുക്രൻ എന്താ ഫലം കൊടുത്തത്? കലഹേ പ്രിയ പ്രിയകലഹ സുരദിപ്സു. 2 കാര്യല്ലേ? 7-ലെ ശുക്രൻ 2 ഫലം കൊടുത്തു. എന്താ? ഒന്ന് കലഹത്തിൽ പ്രിയൻ, 2 സുരദിപ്സു ഇപ്സു. ആപ്തും ഇച്ഛ ഈപ്സ, ഈപ്സ ഇംഗിതം, ഏതിന്? സുരതം. അപ്പോ വേളിയുടെ കാര്യത്തിലും കുഴപ്പമുണ്ടായിരുന്നു. അത് അങ്ങനെ പരിഭാഷ അല്ലേ? അങ്ങനല്ലേ നമുക്ക് പറയാം. അങ്ങനെയാ പറയുന്നത്. അതിൻ്റെ ഒരു ഭഗവാന്റെ സഹസ്രാണ്, ഭഗവാന്റെ മുമ്പിലാ. ആ സുരശബ്ദം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ദുഷ്പേരോ കാര്യം ഉണ്ടാക്കിയിട്ട് വേളി മുടക്കാൻ വേണ്ടി ശ്രമിച്ചൊരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. ഈ അങ്ങനെ ഒരു പതിത്വം കൽപ്പിക്കാൻ പോവാം, ചില ആളിനെ നമ്മളെ താഴ്ത്തിക്കെട്ടാനൊക്കെ ശ്രമം ഇവിടെ വന്നിട്ട് ഉണ്ടായിരുന്നു വരുന്നോ. അന്നാണ് ഈ ഭഗവാന അഭയം പ്രാപിച്ചത്. അതിന്റെ പേരിലാണ് ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഭഗവാന. ഇപ്പോഴത്തെ കഥയല്ലേ? ഒരു ചരിത്രം കേട്ടിട്ടുണ്ടാവുമല്ലോ. തിരുമുഖത്തിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. പന്തി ഭോജനം ഉണ്ടാവൂല. അങ്ങനെയല്ലേ ഉണ്ടാവുക? പന്തി ഭോജനം ഇല്ലാണ്ടും മാറ്റി നിർത്തിയിട്ടും വേടിയില്ലാണ്ടും ഓടി കൊടുക്കാൻ പാടില്ല, പെണ്ണു കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു നിബന്ധന വായിച്ച് അകറ്റിയിട്ടൊരു കാലത്ത് നല്ല ശത്രുത ഉണ്ടായിരുന്നു. അല്ലേ? പിന്നെ സ്മരനിപുണ സുഖിതവാംശ വിലഗ്നെ ലഗ്നത്തിലാണെങ്കിൽ സ്മരനിപുണൻ ശ്രീമാനാവും. 7 നിന്നാലോ പ്രിയകലഹ അസ്തേ സുരവേ. അപ്പൊ നമുക്ക് ചിന്തിച്ച സാധനം എന്താ? ആ ഭഗവതിയെ ചിന്തിച്ചിട്ട് നമുക്ക് ഇത് കിട്ടിയത്. അപ്പൊ അന്നൊക്കെ നമുക്ക് രക്ഷയാരാൻ വെച്ചാൽ ഈ ബുധനാണ്. ബുധകേന്ദ്രകത അരിഷ്ടം സ്വഭാവവിപ്രവാദെ. ആ ബുധനാ പറഞ്ഞു വിദ്വാൻ, ധനി, പ്രബല, പണ്ഡിത, മന്ത്രി, അശത്രു, നർമ്മജ്ഞഃ. നർമ്മജ്ഞന്മാരാ നിങ്ങളിടയിലേ. നിങ്ങളുടെ അന്ന് വളരെ യോഗ്യതയിലായിരുന്നു. രസികന്മാരും ഇതിനൊക്കെ രസികം കൂടിപ്പോയാ പരധാരണൊക്കെ ഉണ്ടല്ലോ. അല്ല ഈശ്വര അതൊക്കെ ഒരു കാലഘട്ടത്തിലായിരിക്കും. പക്ഷെ എന്താ നർമ്മജ്ഞന്മാരുണ്ടായി ഈ കൂടെ നല്ല ഈ പിന്നെ ഈ ഇല്ലക്കാരില് നല്ല രസികന്മാരായ ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു കേട്ടോ. അവരുടെ മുമ്പിൽ ഇരുന്നാ നേരം പോകൂല. അത്ര സുഖമായിട്ടുള്ള യോഗ്യന്മാരൊക്കെ ഉള്ള ഇല്ലായിരുന്നു. നർമ്മജ്ഞന്മാര് അല്ലേ? പുനന്നമ്പൂരിയൊക്കെ കേട്ടില്ലേ നമ്മള്? പുനന്നമ്പൂരി കേട്ടിട്ടുണ്ടാവൂലേ? ഈ 18 കവികളുടെ അവർക്ക് കൃത്യമായി ചെയ്യാനാവും നയം നോക്കിയിട്ട്. അധികേരളം അഗ്രഗ്രഹ കവയഃ കവയന്തു. അല്ലേ? അധികേരളം കേരളത്തില് അനേകം കവികൾ കവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരാളെ സ്തുതിക്കുന്നുള്ളൂ. ഒരു രാജാവ് പറഞ്ഞ അധികേരളം അഗ്രഗിര കവയന്തു വയന്തു നദാൻ വിനുമ. അവരെ ഒന്നും ഞാൻ നമിക്കുന്നില്ല. ഉളകോൽക്കമ പ്രസരം പുനരേവ പുനമേവ പുനരാസ്തു മഹേ. അയാൾക്ക് സംസ്കൃത പാണ്ഡിത്യമില്ല. അതുകൊണ്ട് അയാളെ അരക്കവിയാക്കി കളഞ്ഞിട്ട്
18 അര. അയാളോളം നർമ്മജ്ഞനായ കവി വേറെ ഇല്ലായിട്ട് പുനനമ്പൂതിരി. അപ്പോൾ അങ്ങനത്തെ നിമിഷകവികളോ നല്ല രസികന്മാരും ഈ അത്ര യോഗ്യത ആൾക്കാരൊക്കെ ജീവിച്ചിട്ട് ഇല്ലാണ്. അതൊക്കെ ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രസികന്മാർക്കില്ലേ നർമ്മജ്ഞ. അല്ലാണ്ട് വെറും തമാശ പറയലല്ലാതെ ഈ എല്ലാ തമാശ പറയലല്ല, നർമ്മം മനസ്സിലാക്കി പറയുന്ന ആളാ. സന്ദർഭോചിതമായ വംശവിദൂഷണശ്ചാന്നുണ്ടല്ലോ. വംശവിദൂഷണശ്ച ആ 7 ഗുളികല്ലേ അതുണ്ട്. അതില്ല അല്ലേ ഇത് കൂടുതൽ ആളില്ലേ എന്നല്ലേ ഉണ്ട്. അത് വംശവിദൂഷണശ്ച പേര് ദോഷം വ്യത്യാസമുണ്ട്. അതില്ലാതല്ല. അപ്പൊ അങ്ങനെയുള്ള യോഗ്യതയൊക്കെ വരാനുള്ള കാരണത്തിന് പിന്നിൽ ആരുണ്ട്? ഈ ബുധൻ നമുക്ക് ഈ ഭഗവാന്റെ സേവ വിഷയമൊന്നും വേണ്ട. അപ്പോൾ ആ ഭഗവതിയുടെ വിഷയം നമുക്ക് പരിഹരിക്കാം, സോമേശ്വരന്റെ വിഷയം പരിഹരിക്കാം. അങ്ങനെ ഒന്ന് അർത്ഥത്തിൽ ഭഗവതിയെ നമുക്ക് പ്രീതിപ്പെടുത്താം. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാനോ സ്ഥാനം കൊടുക്കാനോ ഒന്നും മുതിർന്നേക്കണ്ട. അപ്പോൾ നിങ്ങൾക്കൊരു ജിജ്ഞാസ ഉണ്ട്. അതെന്താ, നമ്മൾ ഇന്നലെ 2 ദിവസമായി ചിന്തിച്ച പ്രശ്നത്തിലേ ഇവിടെ സുബ്രഹ്മണ്യന്റെ കോപമുണ്ട്, ഇവിടെ ഭഗവതിന്റെ കോപമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ പരിഹാരം നിൽക്കേണ്ടത്? വല്ല ജ്യോത്സ്യന്മാർ പ്രശ്നത്തിലെ ഒരു അമ്പലം പണിയണമെന്നോ ഒരു സ്ഥാനം കൊടുക്കണമെന്നോ പറഞ്ഞൊക്കെ ഒരു ജിജ്ഞാസ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലേ അങ്ങനെ വിൽക്കാൻ ഇന്നുള്ള ദേവതാംശം മാത്രം അതിനപ്പുറം ഒന്ന് ചിന്തിക്കണം. അതിൻ്റെ കലതീർത്ത് വിട്ടേ കണക്ക് കൊടുക്കണ്ടാക്കൽ കൊടുത്തിട്ട്. പക്ഷെ അത് ചെയ്യാണ്ടാണ് അന്നത്തെ നവീകരണം ചെയ്തു പോയത്. അത് അബദ്ധം. ഈ പാത്രം നന്നായിട്ട് കഴുകിയിട്ട് പാൽ ഒഴിച്ചിട്ടില്ല. പാത്രം കഴുകിയില്ലെങ്കിൽ ഇന്നുണ്ടാവില്ല, പെരുത്തു പോലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് രണ്ടാമതൊരു പണി വന്നത്. അതിൽ ഏറ്റവും പ്രധാനത ആ ബ്രഹ്മരക്ഷസ് അതാ വീട്ടിൽ പോവാനിരിക്കും. ശുക്രൻ ഗുളികനോട് ചേർത്ത് ഈ വംശവിദൂഷണ ചങ്ങ് കാണിച്ചില്ലേ, ആ ശുക്രൻ ആരോട് ചേർത്ത? ബാധകവതിയായ ഗുളികൻ ബാധകവതിയായ ശുക്രനോട് ചേർത്ത. അപ്പോ ആ രക്ഷസില്ലേ അതിന്റെ വേർപാടാ 2 ഇടപെടൽ. അത് അതിന്റെ ഗണം മനസ്സിലാക്കി പ്രത്യേകം അല്ല, ഹത്യാദുരിതം വന്നതിനെ വേറെ എടുക്കണം, ആ പതിത്വം വന്നതിനെ വേറെ എടുക്കണം. അത് ഒന്ന് തീർത്തിട്ട് ഈ ഭൂമിയിൽ ആദ്യത്തെ ഒരു യോഗീശ്വരൻ ശാപം ഇത് മാത്രം പരിഹരിച്ചുള്ളത്. അത് മാത്രമേ എന്റെ മഹാപ്രധാനായിട്ട് ആ സൂത്രേന്റെ ഇനി സൂത്രേന്ത്യ സാമാന്യ സൂത്രം. ശനിനെയാണ് പിന്നെ പറയുന്നത്. ഇയാളെ ശരിയൊന്നുമില്ല ചേട്ടാ, നിനക്കൊരു ശരിയില്ല പ്രത്യേകം നോക്കാം. ആ ശരിന്റെ പ്രത്യേകം നേരത്തെ പറഞ്ഞു വെച്ചേ ഇപ്പൊ സ്ഥിരീകരിക്കണം. ഞാൻ ശനിയുടെ ദേവതയ്ക്ക് ഇല്ലപ്പോ അതെല്ലാം വൈകിപ്പിക്കണ്ട. ശരി ഞാൻ ചോദിച്ചു ശനിയാണ്. ശരി അത് എന്റെ ശനിയല്ല, ചോദ്യത്തിലല്ല ശനി. അല്ല ഇന്ന് ഇഷ്ടഭാവസ്ഥയിൽ നിൽക്കുന്നതല്ലേ അത്? നമ്മൾ അതിനാ സ്ഥാനമൊന്നും കൊടുക്കണ്ട, ഒഴിവാക്കൊന്നും വേണ്ട. ഈ സമയത്തൊന്ന് ആ ഇല്ലത്ത് വെച്ചൊന്ന് നന്നായിട്ട് ആരാധിക്കണം. ദേവന് ദുരിതം കൊടുക്കുന്നില്ലല്ലോ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ 4-ാം ഭാവത്തിൽ അംശയിച്ച ശനിയില്ലേ, വിപ്രരാശിയിൽ വിപ്രഗ്രഹത്തോട് ചേർന്നിട്ട് അംശയിച്ച ഗ്രഹത്തിന് ചൊവ്വ ബന്ധം എന്തായിരിക്കും? ആ ഇല്ലത്തിൽ ഇന്ന് വിദ്യാമണം ദേവായില്ലേ, ഈ ശാസ്താവിന് ഉപാസിക്കുന്ന ഇതിന്റെ ഇല്ലേ, അതിലൊരു അല്പം പ്രയാസം ഉണ്ട് കേട്ടോ. അവിടെ 7 രാഹു വന്നാലേ അല്പം ഒരു പ്രയാസമായി കൊണ്ടുവരുന്നുണ്ട്. ചിന്തിയതാണേ പ്രദേശം മുതലും ചതുർത്ഥേനാ ചിന്തിച്ച ആ ബ്രഹ്മാലയം ഇല്ല, അവിടുന്ന് ഈ ശനിയംശകം വന്നിട്ട് അവിടെ ചൊവ്വാബന്ധം വന്നു. അഗ്നിമാരുടെ ഇല്ലത്ത് തീയെന്ന് തിരുമേനി അവിടെ ഇല്ലത്ത് തീ കത്തി എന്നെ വീട്ടിനകത്തോ ഇല്ലത്തോ വടക്ക് ഭാഗത്താ. ഇതിന്റെ പൂർവാരൂഢം വടക്കും രണ്ടാമത് തെക്ക് ഭാഗത്തിന് പരിവർത്തനം ചെയ്ത് തുടങ്ങുന്നു. ഇതിന്റെ മൂലസ്ഥാനം വടക്കുന്നത് ചെയ്തു ഇപ്പൊ എവിടെയാ വിളിച്ച തെക്ക് ഭാഗത്ത നമ്മൾ ചിന്തിച്ച ഓർമ്മയില്ലേ, ഈ ഭാഗത്ത് അതിന്റെ ഇല്ലുണ്ട്. ആ ഇല്ലത്തിന് നിത്യദേവാലയങ്ങളും കാര്യങ്ങളും വേണ്ടവണ്ണം ആവുന്നില്ല നമുക്ക് ഒരു ഗോചരയില്ല. എന്നുവെച്ചാൽ
ഏത് രാശിക്ക് എത്ര ബലവാനായ ഗ്രഹാനും 10 ശനി എന്നാൽ അതിന്റെ കാര്യം അത് ഇടിയേക്കുന്ന ബന്ധം അതാ. അത് സ്ഥാപിച്ചാലേ അത് പറയുന്നത് 10ാം ഭാവം എന്താ അർത്ഥം? കർമ്മബന്ധമാണ് തിരുവേനി. ഇവിടുത്തെ ശാന്തി ബന്ധമാണ് ഇവിടുത്തെ. ഇവിടുത്തെ ശാന്തി ബന്ധം. ആ ശാന്തി ബന്ധമുണ്ട്. 10ാം ഭാവമല്ലേ? 10ാം ഭാവമല്ലേ അതിന്റെ ബന്ധം. അപ്പൊ ഇവിടുത്തെ പൂർവ്വ ശാന്തിക്കാരായിരിക്കും അത്. പൂർവാചാര്യൻ പൂർവ ശാന്തിയുള്ളവരാണ്. അത് അവിടെ ഒരു വിശേഷം വരാം. ഒരു ചൊവ്വ ഈ ശാസ്താവിനോട് ചേർന്ന് അത് ഇവിടുന്ന് വല്ല ദ്രവ്യങ്ങളൊക്കെ കൊടുത്തവരെ കൊടിയിരുത്തിയ ശാന്തിക്കാരാണോ? അത് പിന്നെ ദാനവതിയും ലാഭവതിയും ഏകസ്ഥനായി നിൽക്കുന്ന പ്രശ്നമാകുമ്പോ ഇത് ചൊവ്വയാകുമ്പോൾ ഭൂമി ലാഭം ഉണ്ടാവും. അഥവാ ഭൂമി ദാനം ചെയ്തിട്ട് കുടിയിരിക്കുക. ഒരു കാലത്ത് ഇതിന്റെ കാലത്ത് ഭൂമി കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ ഭൂമി വല്ല ഭൂമിയായിട്ട് കൊടുത്തതാവാ. ഇതിന്റെ പിന്നെ തൽക്കാലം താമസിച്ചു. പിന്നെ ശാന്തിക്കായിട്ട് വേണ്ടി നമ്മൾ അങ്ങനെ വടക്കുന്ന വടക്ക മംഗലശ്ശേരി വടക്ക ഭാഗത്ത് ഇങ്ങോട്ട് ഇനിയല്ല ഒറ്റ ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ. തിരുവേനി അത് സ്ഥിരീകരിക്കാൻ ഒറ്റൊരു കാര്യം കൂടി പറയാം. അവിടെ ഒരു ഭഗവതി ഉണ്ട് പോലെ എവിടെ ഈ പറഞ്ഞ ഇതുമായിട്ട് ഉണ്ട്? ഭഗവതി ഉണ്ട്. അതാണ് ദേവത, യഥാർത്ഥ ദേവതയാ ഭഗവതി ഉണ്ട്. ഭഗവതിക്ക് പ്രതിഷ്ഠയായിട്ടുണ്ട്. ലഗ്നാത് ആത്മനി ദേവതാരാധനം അല്ലേ? ഭാനു കൊണ്ടുവന്നു തന്നെയാണ്. എല്ലാം പുറക്കാനുള്ള പമ്പ് തന്നിട്ടുണ്ട്. പുറത്ത് വെക്കാൻ നമുക്ക് ഭൂമിദാനം തന്നിട്ടുണ്ട്. അതൊക്കെ രേഖയിലുണ്ട്. നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഞാനൊന്നും പറയാം. രേഖയുണ്ട്. ഭൂമി തന്നിട്ടുണ്ട്. പുറത്ത് ദാനം കിട്ടി. പുറത്തില്ലൊക്കെ ദാനാണ് പുറത്തില്ലെന്നുള്ള ദാനാണ്. വേറെ പുല്ല് പുറക്കാരല്ലോ ഒരേ കട കുറച്ചാണ്. അല്ലപ്പാ ഒരു അഷ്ടമംഗലം കഴിഞ്ഞു. അവിടെ തിരുവേനി ഗൃഹസ്ഥത കുറവുണ്ടാവും. ശ്രദ്ധിക്കണം. 4ാം ഭാവത്തിലെ ആ ഗുളികനും ഒന്ന് ആലോചിക്കണം കേട്ടോ. അവിടെ എന്തായിക്കഴിഞ്ഞ ബുദ്ധിമുട്ടിച്ചാൽ അവിടുന്ന് ശനി ബാധകാധിപനാ, കർമാധിപനും കൂടിയാ. കർമാധിപൻ അവൻ തന്നെ ബാധകാധിപനെങ്കിലോ സൽക്കർമ്മം ദുഷ്കർമ്മം. അപ്പൊ അവിടെ നിന്നല്ല ഈ ഇടവരുന്നാണ് ആ ചിന്താസാധനെങ്കിൽ അതിൽ നിന്ന് 10ാം ഭാവതിയും കർമ്മവതിയും ഒരാളാണല്ലോ. ബാധകവതി ഒരാളാണല്ലോ. അപ്പൊ ഈ ശാസ്താവിന്റെ എന്തെങ്കിലും ഈ ബിംബോപാധികളോ ഈ തേവാരത്തിൽ ഇതിന് വല്ല സാധനം ഉണ്ടോ? ദേവായിട്ടുണ്ടായ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരുപാട് നഷ്ടപ്പെട്ടു എന്നല്ല കേൾക്കുന്നു. വിഗ്രഹസാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നല്ലൊരു ചിന്ത നമുക്ക് അവിടെ സ്വസ്ഥായിട്ട് ഒക്ടോബർ 10 ശേഷം അല്ലേ നോക്കട്ടെ. അല്ലേ അത് ആളെ തീർക്കാൻ അത്രേ ഉള്ളൂ. ദിവസം നിശ്ചയിച്ചു രാത്രി മോൻ വിളിച്ചു പറഞ്ഞു. ഡേറ്റ് നിശ്ചയിച്ചു. 10, 11, 12 ദിവസം നോക്കട്ടെ. ലീവുള്ള ദിവസമാണ്. അത് വേണം. പാപഗ്രഹ രാശി യോഗം വന്നിട്ട് 5, 9 ലക്കം 7 ലക്കം പാപസംസർഗം വന്നാൽ നമുക്ക് ഒരു സ്വസ്ഥതക്കേട് എൻ്റെ പേരില്ല. പക്ഷെ രാശി കണ്ട ചന്ദ്രനാഥിൽ ഇത് നിൽക്കുന്ന കേട്ടോ. ഈ ഭഗവതിക്കുന്ന വിശേഷമായിട്ട് വർഷത്തിൽ ഗുരുതിയുണ്ട്, വികാലപൂജയുണ്ട്, എല്ലാം വേണ്ട പോലെ. ഇപ്പൊ കുറച്ചൊരു 10-20 കൊല്ലമായിട്ട് സ്വർണ്ണ പ്രശ്നം കഴിഞ്ഞ് എല്ലാം കുറേക്കാലം നിന്ന് പോയി. ഒന്നും ഇല്ലാണ്ടായിന്. ഇത് 10-16 കൊല്ലം ഒന്നും ഇല്ലാണ്ടായിന്. പിന്നെ അതിന് ശേഷം വ്യാഴം ലഗ്നത്തിലോണ്ട് ദൈവാധീനമുണ്ട് കേട്ടോ. കാര്യം നേരെയാക്കാൻ പറ്റും. എല്ലാം നേരെയാക്കുന്നുണ്ട്. ഹോരായശ്ച നിശാമതേ രവിസുതോ മേഷൂരണേ സംസ്ഥിതഃ. മേഷൂരണത്തിങ്കിൽ രവിസുതൻ സംസ്ഥനായ വിഷയത്തെങ്കിൽ ബലവാനാണെങ്കിലും വൃത്തിവിഹീനത നരസ്യ ചെയ്യേണ്ടതുണ്ടോ? ഇവിടെ ഒന്നും വേണ്ട. നമുക്ക് ഇതിന്റെ ഇവിടുന്ന് ഒരു ബന്ധനം വേർപെടുത്തിയിട്ട് ആ ശാസ്താവിനെ ഇവിടുന്ന് ഒരു പ്രീതിപ്പെടുത്തിയതിന് ഉദ്ദേശിച്ചേക്കാന്നല്ലാതെ വേറെ ചെയ്യണ്ട. അങ്ങനെ ഒരു പൂർവികമായിട്ടുള്ള ആൾ വാസിച്ച ശാസ്താവിന്റെ പൈതൃകാംശ ബന്ധങ്ങളെ ഇവിടുന്ന് വേർപെടുത്തിയിട്ട് അതിൽ അന്ന് ഇവിടെ ഉപാസിച്ച് പൂജിച്ച ആളുടെ പൈതൃകം ഉണ്ടാവുമല്ലോ, അതിനൊരു വേർപാടും വരുത്തി എല്ലാ ദേവനും ഉപേക്ഷിച്ചാണ് കേട്ടോ. ബാക്കി നമുക്ക് അവിടുന്ന് രണ്ടിന് ബുധൻ അല്ലേ? ധനേ ബുദ്ധിമാൻ ബോധനേ ബാഹുതേജ
ചതുർത്ഥേ ചന്ദ്രചാരുപുത്രേ. നിങ്ങള് പിന്നെ ഏത് കൊട്ടാര ജ്യോതിഷരാവേണ്ട ആളല്ലേ നിങ്ങള്? 4 ബുധന്റെ ഫലം അങ്ങാണ് ഈ ഗോചരെങ്കിലേ അല്ലെ, നമ്മൾ അങ്ങനെ സമർപ്പിക്കുന്നല്ല. ലക്ഷണം കൊണ്ടും യോഗം കൊണ്ടും ഇത് ആ ഇല്ലമാണ് എങ്കിൽ ചതുർത്ഥേ ചരേ ചന്ദ്രചാരുപുത്രേ വിശേഷാധിപത്യ ഭൂമിനാഥഗണസ്യ. 4 ബുധൻ നിൽക്കുന്ന ഒരിക്കലും അയാള് ഭൂമിനാഥഗണം രാജാവ് ഭൂമിനാഥഗണസ്യ വിശേഷാധിപത്യം. അപ്പൊ മനസ്സിലല്ലേ, ഏത് കൊട്ടാര യോജിരായിട്ടൊക്കെ നമുക്ക് ഭാവി ഈശ്വരത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഗുണം കിട്ടും. സമൂഹത്തിന്റെ സ്ഥാനമുണ്ട്, സാമൂഹ്യ സ്ഥാനം എനിക്കുണ്ട്. ഈ ദേശത്തെല്ലാവരും കർണാടകത്തിലാകുന്നുണ്ട് ക്ഷേത്രത്തിന്റെ പദവി ഉണ്ടാ. അതെ.